Praise the Lord. जल्दी से ले आने वाला प्रभु यीशु मसीह की आदि पवित्र नाम में सब पवित्र लोगों को मसीह में देता हूँ. വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ എല്ലാ വിശുദ്ധ ജനന്മാർക്കും ദൈവത്തിന്റെ സ്നേഹവന്ദനം. प्रभु ने और एक दिन हमारे आयु में जोड़ दिया. കർത്താവ് ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ചേർത്തു. प्रभु के सन्निधि में रहकर अनंत काल का तैयारी के लिए प्रभु ने मौका दिया. കർത്താവിന്റെ സന്നിധിയിൽ വരുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുമുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കി. हमारे ये जीवन कितना छोटा है. നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറുതാണ്. अनंत काल के सामने നിത്യതയിൽ നമ്മൾ തുല്യം ചെയ്താൽ अनंत काल हमें प्रभु के संग रहना है. നിത്യകാലം നമ്മൾ കർത്താവിന് കൂടെ നമുക്ക് വസിക്കേണ്ടതാണ്. और ऐसा है तो प्रभु में बुलाहट पाया हुआ लोग आज प्रभु में बुलाहट पाने के बाद कितना समय प्रभु के साथ बिताता है. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവിൽ നിന്ന് വിളി പ്രാപിച്ചവർ എത്ര നേരം കർത്താവിന് കൂടെ സമയം കൂടാറുണ്ട്? अगर हम उद्धार पाने के बाद में हमें मिलने वाला समय को अगर हम देखेगा तो कितना छोटा समय है. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട കഴിഞ്ഞ് നമ്മള് രക്ഷിക്കപ്പെട്ടവർ ആയ നമ്മളെ വിശ്വാസികളായ നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുകയും ആ നിത്യതയെ നമ്മൾ തുലന ചെയ്യാൻ നമ്മൾ പോയാൽ കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം എത്ര ചെറുതാണ്. इस जीवन में हम प्रभु के खातिर कितनी प्रकार का प्रतिकूलों को सामना करना पड़ता है. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സമയത്ത് കർത്താവിന് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം കഷ്ടങ്ങളും പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ സഹിക്കാറുണ്ട്. क्योंकि प्रभु के लिए अलग किया हुआ लोगों को जरूर ये दुनिया प्यार नहीं करेगा. കാരണം കർത്താവിന് വേണ്ടി കർത്താവ് മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട ഈ ജനം ലോകം അവരെ സ്നേഹിക്കത്തില്ല. प्रभु माला बताया हुआ एक एक वचन प्रभु के लोगों के संबंध में जरूर अनुभव में आएगा. കർത്താവ് പറഞ്ഞ ഓരോരോ വചനങ്ങൾ ഈ വിശുദ്ധന്മാർക്ക് അവർക്ക് അനുഭവം ആകാൻ പറ്റും. आपको याद होगा യൗവന്ന का सुसमाचार उसके 15 अध्याय का 19 वचन में प्रभु ने कहा. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ജോൺ 15:19 നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം നിങ്ങൾക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. यदि तुम संसार के होते तो संसार अपनों से प्रेम रखता, परंतु इस कारण कि तुम संसार के नहीं वरन मैंने तुम्हें संसार में से चुन लिया है, इसलिए संसार तुमसे बैर रखता है. देखिए अगर कोई भी हमको बैर करेगा तो हमको कितना बुरा लगता है ना. ആരും നമുക്ക് പകയ്ക്കുവാണെങ്കിൽ അത് നമുക്ക് എത്ര വിഷമം തരുന്ന ഒരു കാര്യമല്ലേ. परंतु प्रभु बोलता है कि ये दुनिया तुझे जरूर बैर करेगा. എന്നാൽ വചനം കർത്താവ് പറഞ്ഞത് ഈ ലോകം നിങ്ങളെ പകയ്ക്കും. परंतु हम मतलब उस बात को बदल करके उनका प्यार के पीछे जाएगा तो शायद हम प्रभु का व्यवस्था को तोड़ेगा. അതുകൊണ്ട് നമ്മള് കർത്താവിനെ വിട്ടിട്ട് നമ്മൾ ലോകത്തിന്റെ സ്നേഹത്തിന് അന്വേഷിക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ പൊട്ടിക്കുവാണ്. प्रियो हम हर एक बातों में प्रभु का वचन क्या हमें बताता है वो बात को जानना कितना जरूरी बात. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എല്ലാ അവസ്ഥയിലും ഏത് അവസ്ഥ ആയാലും കർത്താവിന്റെ വചനം നമ്മളോട് എന്തോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കണം എന്ന് എത്ര മൂല്യമുള്ള കാര്യമാണ്. आपको मालूम है प्रभु का वचन के प्रति प्रभु का गवाही के प्रति कितने लोगों ने अपना जान प्रभु के महिमा के लिए दिया. കർത്താവിന്റെ വചനത്തിന് വേണ്ടി കർത്താവിന്റെ സാക്ഷ്യത്തിന് വേണ്ടി എത്ര പേരാണ് കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തത്. कितने लोग रक्तसाक्षी हुआ. എത്ര പേര് രക്തസാക്ഷിയായി മാറി. कितने लोग आपको मालूम है कई प्रकार का जाति के लोग दुनिया में रहता है. कोई भी जाति के लोग जो प्रभु का वचन सुनता है तो जो प्रभु का चुना हुआ रहता है उनको प्रभु ये प्रकाशन देता है. अब वो प्रभु को ग्रहण करने के बाद में उनको कितना तकलीफ कष्ट പ്രതികൂൽ ഈവൻ മൃത്യു തക്ക് സഹന പടുത്തായി. ഈ ലോകത്ത് നമുക്കറിയാം അനേക ജാതികൾ വിവിധമായ ജാതികൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇവരെല്ലാവരുടെയും കൂട്ടറിന്റെ ഇടയ്ക്ക് പോയി നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമുക്കറിയാം കർത്താവിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർ സുവിശേഷം കേട്ട് അവർ രക്ഷിക്കപ്പെടും. ഈ രക്ഷിക്കപ്പെട്ട ഈ ജനം അവരുടെ കർത്താവ് നാമം നിമിത്തം അവർ ലോകവുമായിട്ട് അവര് ഉപദ്രവിക്കപ്പെടും. അവർ കഷ്ടം സഹിക്കുന്നുണ്ട്, വേദന സഹിക്കുന്നുണ്ട്, ഇവൻ മരണം വരെ അവർക്ക് സഹിക്കുന്ന അവസ്ഥയിൽ അവർ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് प्रभु में बुलाहट पाया है तो प्रभु यीशु मसीह के नाम की खातिर जो भी अनुभव हमारे जीवन में आता है उसमें हमें निराश नहीं होना चाहिए, आनंदित और मगन होना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൽ നമ്മളെ വിളിക്കപ്പെട്ട ഒരു കൂട്ടരാണെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ഏത് കഷ്ടവും നിന്ദയും ആപത്തും നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ അതിന് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. क्योंकि प्रभु ने हमें कितना बड़ा प्यार दिया. കാരണം കർത്താവ് നമുക്ക് വേണ്ടി എത്ര വലിയ സ്നേഹമാണ് നമുക്ക് തന്നത്. प्रभु हमें बचाने के लिए अपने आप को हमारे लिए दिया. കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെ തന്നെ നമുക്ക് വേണ്ടി തന്നു. वो प्रेम पाने के लिए हम हमारे में क्या लायकी था. ആ സ്നേഹം നമുക്ക് പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ എന്ത് ഗുണമുണ്ടായിരുന്നു? हमारे में कुछ भी अच्छी बात नहीं था. നമ്മളിൽ ഒരു നല്ല കാര്യം ഇല്ലായിരുന്നു. फिर भी प्रभु ने हमसे प्रेम किया. എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചു. तो आज हम प्रभु को प्यार करता है तो
प्रभु का सत्य वचन को हम जरूर मानेगा। അതുകൊണ്ട് ഇത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ കർത്താവിന്റെ സത്യവചനത്തിനെ നമ്മൾ സ്നേഹിക്കും, വിശ്വസിക്കുകയും ചെയ്യും. जब हम सत्य वचन मान करके जब चलेगा तो हमें कई प्रकार का कष्ट क्लेश आएगा। അപ്പോൾ ഈ സത്യവചനത്തിനെ നമ്മൾ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ ഈ ലോകത്തിൽ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും വരും. कभी भी हम दुखी और निराश नहीं होना। ആ സമയത്ത് നമ്മൾ ദുഃഖവും നിരാശ ആകല്ലേ. जब मत्ती के सुसमाचार में भगाड़ी उपदेश में आपको मालूम है, प्रभु शुरुआत में भाग्यवान लोग धन्य लोगों के बारे में कहते कहते उसका 5 अध्याय का 11-12 वचन में जब आखिर में जब आता है तो प्रभु यीशु मसीह कहता है, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അതിന് 11-12 വാക്യത്തിൽ അവിടെ ധന്യ അവസ്ഥയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ കർത്താവ് പറയുന്നത് मत्ती 5 अध्याय का 11-12 वचन, മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 11 and 12. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. धन्य हो तुम जब मनुष्य मेरे कारण तुम्हारी निंदा करे और सताए और झूठ बोल बोल कर तुम्हारे विरोध में सब प्रकार की बुरी बातें कहे, तब आनंदित और मगन होना, क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है। इसलिए कि उन्होंने उन भविष्यवक्ताओं को जो तुमसे पहले थे इसी रीति से सताया था। देखिए, प्रभु यीशु मसीह अपने चेलों को समझाते हुए कहता है, प्रभु को मालूम है, आदि में अंत जाने वाला प्रभु को मालूम है, मेरे नाम के कारण दुनिया ये मेरे चेलों को सताएगा. കർത്താവ് ഒരു ശിഷ്യനോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാണ്. കാരണം ആദിയിൽ തന്നെ അന്ത്യം മാറിയ നമ്മുടെ കർത്താവിന് അറിയുന്ന കാര്യങ്ങള് കർത്താവ് അവന്റെ ശിഷ്യന്മാരോട് പറയാ, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അനേക കഷ്ടങ്ങൾ വരും, तुम लोग सताया जाएगा, നിങ്ങൾ ഉപദ്രവിക്കപ്പെടും, तुम्हारा निंदा होगा, നിങ്ങളെ നിന്ദിക്കും, तुम्हारा बदनाम होगा, നിങ്ങളെ അപമാനിക്കും, कई प्रकार का कष्टों से ये दुनिया तुम्हारे साथ व्यवहार करेगा. അനേക പ്രകാരമുള്ള കഷ്ടതയിൽ ലോകം നിങ്ങളെ കൊണ്ടുപോകും. लेकिन तुम लोग धन्य हैं, എന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. और ऐसे समय में तुम आनंदित और मगन होना. ഇങ്ങനെ സമയം വരുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ, ഉല്ലസിപ്പീൻ. उन कष्टों के पीछे उसका बारे में सोचकर दुखी नहीं होना. കാരണം ആ വരുന്ന കഷ്ടങ്ങൾ അല്ലെങ്കിൽ കഷ്ടത്തിന്റെ അവസ്ഥ നിങ്ങൾ നടക്കുവാണെങ്കിൽ ആ സമയം നിങ്ങൾ ദുഃഖിക്കല്ലേ. इसमें हम उस आनंदता की ओर देख करके खुशी मनाना. എന്നാൽ നിത്യതയിലോട്ട് നോക്കി നിങ്ങൾ സന്തോഷിക്കണം. हमारे जीवन में हम प्रभु में आने के बाद उस आनंदता के ऊपर अनंत काल की बातों में हमारा ध्यान होना चाहिए. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നോട്ടം എപ്പോഴും ആ നിത്യതയുടെ ഉള്ള കാര്യത്തിലായിരിക്കും. प्रभु अगर आनंदित और मगन होने के लिए बोला है तो इसका पीछे एक बड़ा भेद है. അപ്പൊ കർത്താവ് പറയുവാണ് നിങ്ങൾ സന്തോഷിപ്പീൻ ഉല്ലസിപ്പീൻ നിങ്ങൾ പറയുവാണെങ്കിൽ അതിന് പുറകെ വലിയൊരു മർമ്മം കാണുമല്ലോ. ये दुनिया का आनंद खुशी पाने के समय में ऐसा आनंदित होने के लिए नहीं बोला. കാരണം ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും നേടി കഴിഞ്ഞാൽ അതിൽ സന്തോഷിപ്പീൻ അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ प्रभु यीशु मसीह के खातिर, എന്നാൽ കർത്താവ് യേശുക്രിസ്തു കാരണം, उस प्रभु यीशु मसीह के नाम के खातिर, ആ കർത്താവ് യേശുക്രിസ്തു നാമ കാരണം, उस प्रभु का वचन के खातिर, वो കർത്താവ് യേശുക്രിസ്തുവിന്റെ വചന കാരണം जो भी हमारे जीवन में आता है वो सारे कष्ट हमारे लिए बहुत बड़ा लाभ है. ഈ എല്ലാം കാരണത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ഏത് പ്രകാരമുള്ള കഷ്ടം നമുക്ക് വരുവാണെങ്കിൽ അതിന് ഏറ്റവും വലിയ ലാഭമാണ്. कई बार कई पवित्र लोग ऐसा प्रतिकूलों में वो सोचता है कि यार मैंने किसी का मानव विद्रोह नहीं किया, किसी को तकलीफ नहीं दिया, कष्ट नहीं दिया, तो भी मेरे जीवन में इतना कष्ट और मुसीबत क्यों? ചില വിശ്വാസികൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും മോശമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല, പിന്നെ എന്റെ ജീവിതത്തിൽ എങ്ങനെ ഈ പ്രകാരമുള്ള കഷ്ടങ്ങൾ വരുന്നത്? मैं एक बात आपको बताऊं, आप प्रभु का अति प्रिय है, इसलिए प्रभु आपको उस दिन बहुत सम्मान करने के लिए प्रभु आपका जीवन का लाभ के लिए कुछ बात होने देता है. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് ഏറ്റവും മൂല്യവാനുള്ള പാത്രമാണ്. കാരണം ആ ദിവസം നിങ്ങൾക്ക് അധികം ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ട് കർത്താവ് ഇന്ന് നിങ്ങളെ ഈ വഴിയിൽ നിന്ന് കൊണ്ടുപോവാ. आपको मालूम है, आपको ज्यादा महिमा पाने के लिए आपको इच्छा रहेगा. നിങ്ങൾക്ക് എല്ലാവർക്കും അധിക മഹത്വം കിട്ടാൻ വേണ്ടിയിട്ട്, മഹിമ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. वो मुफ्त में मिलेगा क्या? എന്നാൽ അത് വെറുതെ കിട്ടുമോ? मुफ्त में नहीं मिलता. അത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. वो बात आप नहीं जानता पर तो प्रभु जानता है. അതിന്റെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയില്ലായിരിക്കും, എന്നാൽ കർത്താവ് അറിയും. इसलिए प्रभु ऐसा मार्गों में आपको ले चलता है. അതുകൊണ്ടാണ് കർത്താവ് ഈ രീതിയിലുള്ള കഷ്ടമുള്ള മാർഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. आपको इतना जानना चाहिए कि मैं मेरा मार्ग में नहीं, मैं प्रभु का मार्ग में हूँ. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്റെ വഴിയിലാണ് നടക്കുന്നത്, ഞാൻ കർത്താവിന്റെ വഴിയിലാണ് നടക്കുന്നത്. जब पत्रोस अपना पत्री में पहला पत्रोस 4 अध्याय का 13-14 वचन में कहता है, 1 പത്രോസ് 4:13-14, 1 Peter chapter 4 verse 13-14.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ പ്രയോഗത്തിന് മാനേന ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. पर जैसे जैसे मसीह की दुखों में सहभागी होते हो आनंद करो. देखो जैसे जैसे मसीह के दुखों में सहभागी होता है, सहभागिता मिलना, दुखों की सहभागिता चाहने वाले कितने लोग हैं? ക്രിസ്തുവിന്റെ കഷ്ടതയിൽ നിന്ന് ഭാഗ്യം എടുക്കാനുള്ള അവസ്ഥ എത്ര പേർക്ക് ഇച്ഛയുണ്ട്? वो तो हम नहीं चाहते. അത് കാരണം നമുക്ക് ആർക്കും കഷ്ടം വേണ്ട. राज करने के लिए हम खुश है. നമ്മള് വാഴുവാൻ നമുക്ക് സന്തോഷമാണ്. हमको वो सिंहासन में बैठ करके आज्ञा देने के लिए हम बहुत आनंदित हैं. നമുക്ക് സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയും എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ പറയാനൊക്കെ അതൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. परंतु रियली जो हम आनंद मनाना चाहिए वो मार्ग अभी तक हमने नहीं जाना. എന്നാൽ യഥാർത്ഥത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥ മാർഗം എന്താണ് നമ്മൾ ഇതിനെ പഠിക്കുന്നില്ല. अभी पत्रोस यहाँ पर बोलता है, ഇവിടെ പത്രോസ് പറയുന്നത് पर जैसे जैसे मसीह के दुखों में सहभागी होते हो आनंद करो, जिससे उसकी महिमा के प्रकट होते समय भी तुम आनंदित और मगन हो. देखा उसके प्रकट होने के समय में हम आनंदित और मगन होने वाला अनुभव आएगा. इस समय में यदि हम प्रभु के खातिर कष्ट सहेगा. കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ട് വരുന്ന സമയമാവുമ്പോൾ ആ സമയത്ത് നമുക്ക് സന്തോഷിപ്പാനും ഉല്ലസിപ്പാനുമുള്ള വലിയൊരു കാരണം വരും. അത് എപ്പോഴാണ്? നമ്മൾ ഇപ്പോൾ കഷ്ടം സഹിച്ചാൽ. फिर यदि मसीह के नाम के लिए तुम्हारी निंदा की जाती है तो तुम देखो धन्य हो. मसीह की नाम की खातिर निंदा किया जाता है तो वहां पर दुखी होना चाहिए क्या? ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ദിക്കപ്പെടുവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ദുഃഖിക്കണോ? यहाँ पर पत्रोस कहता है मसीह के नाम के लिए निंदा किया जाता है तो तुम धन्य तुम हो. धन्य है. ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ നിന്ദ സഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. जिंदगी में कभी एक बार भी किसी के द्वारा मसीह के खातिर निंदा सहना पड़ता है क्या? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് നിന്ദ സഹിക്കേണ്ടി വന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? Praise the Lord. कई लोग प्रभु में आने के बाद में कभी भी उनका कोई निंदा हुआ ही नहीं. കാരണം ചില വിശ്വാസികളാണ് ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും പോലും നിന്ദിക്കപ്പെട്ടിട്ടില്ല. वो अभी तक आप वो धन्य अवस्था में नहीं पहुंचे. അപ്പൊ അതിന്റെ അർത്ഥം ആ ധന്യ അവസ്ഥ അല്ലെങ്കിൽ ആ ഭാഗ്യവാനുള്ള അവസ്ഥ ഇതുവരെ എത്തിയിട്ടില്ല. ये वचन कभी बदलेगा नहीं. കാരണം വചനം മാറത്തില്ല. इस प्रकार कई रीति में धन्य अवस्था में पहुंचने वाली बात है. उसमें से एक बात यह है कि प्रभु के लिए हम निंदा सहना, वो निंदा सहने के द्वारा मिलने वाला उस धन्य अवस्था में बहुत लोग नहीं पहुंचा. നമുക്ക് ഭാഗ്യവാനാകുന്ന അവസ്ഥ അനേക വഴികളുണ്ട്. വചനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വഴിയാണ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ നിന്ദ സഹിക്കുന്നത്. ഇന്ന് അനേകർ ഈ വഴി മുഖാന്തരം ഭാഗ്യവാനാകുന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടില്ല. आगे थोड़ा सा वाक्य रह गया. क्योंकि महिमा का आत्मा जो परमेश्वर का आत्मा है तुम पर छाया करता है. देखा वो महिमा का उस आत्मा हमारे जीवन में छाया करता है. കാരണം മഹത്വത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നല്ലോ. कितना बड़ी बात है. എത്ര വലിയ കാര്യമല്ലേ? महिमा का प्रभु, മഹത്വത്തിന്റെ കർത്താവ്, उस प्रभु की आत्मा हमारे में छाया करता है. ആ കർത്താവിന്റെ ആത്മാ നമ്മളിൽ വസിക്കുന്നല്ലോ. हम जितना जितना आत्मीय जीवन में उन्नति पाते जाएगा, നമ്മൾ എത്ര നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു, हमें ये दुनिया के बातों को तुच्छ जानने में कोई दिक्कत नहीं. നമ്മൾ ഈ ലോകീയ കാര്യത്തിൽ നമ്മൾ തുച്ഛമായി കാണാൻ അല്ലെങ്കിൽ ലോകത്തിന്റെ കാര്യങ്ങൾ എണ്ണാതിരിക്കാനുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു വിഷമം വരത്തില്ല. उस विषय में हम लोग मतलब ऊपर का बात का प्रकाश पाया है तो नीचे के बात हमें बिल्कुल तुच्छ लगेगा और हल्का लगेगा. നമ്മൾ വെള്ളത്തെ കാര്യത്തിലുള്ള വിഷയത്തിലുള്ള പ്രകാശം നമ്മൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ താഴത്തെ കാര്യമായ ഭൂമിയുടെ കാര്യത്തിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ വില വെക്കത്തില്ല. आज भी हमारा ध्यान, हमारा खोज आज स्वर्गीय बात है कि ഇന്നും നമ്മുടെ ഏത് വിഷയത്തിലാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തയെ, നമ്മുടെ അന്വേഷണം സ്വർഗീയ കാര്യത്തിലാണോ? उद्धार पाए हुआ हरेक लोग उस अनंत काल के बातों पर ध्यान करना चाहिए करके प्रभु की इच्छा है. കാരണം രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും നിത്യതയുള്ള കാര്യത്തിൽ അന്വേഷിക്കണം എന്നാണ് കർത്താവിന്റെ ഹിതം. जितना हम उस बातों का खोज में लगा रह करके उसका महत्व को जानेगा, ये नीचे के बातों को तुच्छ करके आगे बढ़ने में हमें कोई दिक्कत नहीं. എത്ര നമ്മൾ കർത്താവിന്റെ രാജ്യവും അത് നീതിയും കർത്താവിന്റെ സ്വർഗീയ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് നമ്മൾ വരുമ്പോൾ അത്രയും നമ്മൾ താഴെയുള്ള ഭൂമിയുടെ കാര്യത്തിൽ നമ്മൾ അതിന് ചിന്ത വെക്കാതെ മാറ്റി വെക്കും. कई बार हम प्रभु का वचन हमें क्या कहता है वो बातों पर हम इतना ध्यान नहीं देता. അനേക പ്രാവശ്യം വചനം നമ്മളോട് എന്തോ സംസാരിക്കുന്ന, എന്തോ പറയുന്ന എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കാറില്ല.
കൊളോസിയോं का पत्र 3 अध्याय का 1-2 वचन। കൊലോസർ ലേഖനം 3:1-2, കൊലോസിയൻസ് ചാപ്റ്റർ 3 verse 1 and 2. तो यहाँ पर लिखा है कि ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. अतः जब तुम मसीह के साथ जिलाए गए तो स्वर्गीय वस्तु की खोज में रहो, जहाँ मसीह विद्यमान में है और परमेश्वर की दाहिनी ओर बैठा है। पृथ्वी पर की नहीं परंतु स्वर्गीय वस्तु पर ध्यान लगाओ। तो इसका मतलब क्या है कि हमारा चिंता में, हमारा ध्यान में सब वो स्वर्गीय बात होना। അതുകൊണ്ട് നമ്മുടെ ചിന്തയും നമ്മുടെ വിഷയങ്ങളെല്ലാം എല്ലാ സമയത്തും സ്വർഗീയ കാര്യമായിരിക്കണം. आज हमारा सवेरे उठने के बाद में हमारा मन मुकुट में आया हुआ चिंता क्या था? ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ ചിന്തയിൽ വന്ന ആദ്യ കാര്യങ്ങൾ ആദ്യം എന്തായിരുന്നു? आज प्रभु मेरे से क्या चाहता है, प्रभु को आनंदित करने के लिए मुझे किस प्रकार कदम बढ़ाना है, ये बात को आपने ध्यान किया? ഇന്ന് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഏത് രീതിയായിരിക്കണം, ഞാൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള വിഷയം ചിന്തിച്ചിട്ടുണ്ടോ? हम प्रभु के साथ रहने के समय में प्रियो हमारे इच्छा का कोई स्थान नहीं, प्रभु की इच्छा को पूरा स्थान है। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ വിശ്വാസിയെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഇച്ഛയ്ക്ക് നമ്മുടെ ചിന്തയ്ക്ക് ഒരു സ്ഥാനമില്ല. കർത്താവിന്റെ ഹിതവും കർത്താവിന്റെ ചിന്തയ്ക്ക് സ്ഥാനമുള്ളൂ. अगर आप आज भी दुनिया की बातों पर अधिक मन लगाता है और उसका खोज में लगा रहता है तो आपका आत्मिक लेवल अभी तक बढ़ा नहीं। ഇപ്പൊ നമ്മൾ ഇന്നും നമ്മൾ ലോക കാര്യങ്ങളിലും ലോക കാര്യം നേടാനും ആ കാര്യങ്ങൾ നമ്മൾ ചിന്താ വിഷയമാണെങ്കിൽ നമ്മൾ ഇതുവരെ ആത്മീയ വിഷയത്തിൽ നമ്മൾ വളർന്നിട്ടില്ല. आप में से कई लोग फ्लाइट में यात्रा किया होगा, ചിലവര് വിശ്വാസികൾ നിങ്ങൾ ഫ്ലൈറ്റിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം. नहीं तो कई लोग उसमें यात्रा किया हुआ लोगों का कहाना सुना होगा। അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ ഈ ഫ്ലൈറ്റിൽ പോയവരുടെ അവരുടെ അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. मेरे क्या कहता है कि जब हम ऊपर से जाता है तो दुनिया का बड़े बड़े मकान भी हमको माचपोक से ऐसा लगता है। അപ്പൊ അവരുടെ അനുഭവം എന്താ പറയുന്നത്? ഈ ഫ്ലൈറ്റിൽ പോകുന്നവർ അവരെന്താ പറയുന്നത്? നമ്മൾ ഈ സ്വർഗത്തിൽ നമ്മുടെ മേൽ ആകാശത്തിൽ നമ്മൾ അവിടുന്ന് പറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ താഴെ നോക്കുമ്പോൾ താഴെ ഏറ്റവും വലിയ വലിയ ബിൽഡിങ്സ് ആയാലും അത് ചെറിയൊരു മാച്ച് ബോക്സ് പോലെ ചെറിയൊരു കാര്യമായിട്ട് കുത്തും പോലെയാ കാണുന്നത്. जितना ऊपर को जाता है दुनिया का बात इतना छोटा दिखता है। കാരണം എത്ര നമ്മൾ മേളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അത്രയും ലോകത്തിന്റെ കാര്യം ചെറുതായിട്ട് കാണുന്നു. ये आत्मीय बातों पर भी है। ഇതേ കാര്യം തത്വം ആത്മീയ കാര്യത്തിലും ഉണ്ട്. आत्मीय जीवन आप जितना उन्नति पाते जाएगा वो उसके अनुसार आपको ये दुनिया का बात बिल्कुल छोटा लगेगा, तुच्छ लगेगा, वो आपको अच्छा नहीं लगेगा। കാരണം നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്ര വളർന്ന് നമ്മൾ മേളിലോട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അതനുസരിച്ചുള്ള ലോകീയ കാര്യങ്ങൾ ലോകീയ വസ്തുക്കൾ നമുക്ക് ചെറുതായിട്ട് മൂല്യമില്ലാതുമായിട്ട് നമ്മൾ ചിന്തിക്കും. अगर आज भी आप सवेरे उठने के बाद में आपका स्वर्गीय बातों पर मन नहीं लगा पाया, उसकी ध्यान में नहीं आया, आपको ये दुनिया का बात ही दिखता है, दुनिया की बात ही आप सोचता है और आपका आत्मीय लेवल अभी तक नीचे ही है, इसमें कोई संदेह नहीं। അപ്പൊ നമ്മൾ വിശ്വാസിയായി കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ഭൂമിയെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്, ലോകത്തിന്റെ കാര്യമാണ് നമ്മൾ വേണം എന്നുള്ള കാര്യത്തിൽ അതന്നെ മനസ്സ് വെക്കുകയാണെങ്കിൽ സ്വർഗീയത്തെ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇപ്പോഴും ഭൂമിയിലുള്ള അവസ്ഥയിലാണല്ലോ, ഇതിന് ആത്മീയ കാര്യത്തിൽ വളർന്നിട്ടില്ലല്ലോ. हमारा आत्मीय लेवल कहाँ पर है? നമ്മുടെ ആത്മീയ അവസ്ഥ എവിടെയാണ്? प्रभु का मानव वचन के द्वारा आनंददा का जो प्रभु ने योजना बनाया उन बातों को जान करके उस आनंद काल की बातों को प्राप्त करने के लिए हमें उत्साही बनना चाहिए। അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയ ആ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കി വെച്ചോ ആ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ മനസ്സ് വെക്കേണ്ടത്. मैं कल भी आपको बताया था, ഞാൻ ഇന്നലെ ഈ കാര്യം പറഞ്ഞതാണ്. जब भी हम प्रभु की उपस्थिति में आता है तो हम प्रभु को सुनने के लिए आता है। നമ്മൾ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ കർത്താവിനെ കേൾക്കാനാണ് നമ്മൾ വരുന്നത്. उस समय में हमारे हृदय में प्रभु की बातों को ग्रहण करने लायक हृदय को तैयार किया होना चाहिए। ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരുക്കി വെക്കണം. क्योंकि उस वचनों को स्वीकारने वाला एक बर्तन हमारा ये हृदय है। കാരണം ആ കർത്താവിന്റെ ആ വചനത്തിനെ സ്വീകരിക്കാനുള്ള ആ പാത്രമാണ് ഈ ഹൃദയം. वो अगर सही नहीं है तो ആ ഹൃദയം ശരിയല്ലെങ്കിൽ तो फिर हमें उसका लाभ नहीं मिलेगा। അപ്പൊ നമ്മൾ വചനം കേൾക്കുമ്പോൾ ലാഭം കിട്ടത്തില്ല. तो मैं आशा करता हूँ आज भी हम बहुत प्रार्थना के साथ आत्मा में रह करके ये जो वचन जो आत्मा और जीवन है या ये परमेश्वर है और मतलब प्रभु यीशु मसीह है, हम उसको ही ग्रहण कर रहा है। അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ അത് വചനം ജീവനുമാണ്, അത് ലാഭവുമാണ്. ഈ വചനം തന്നെ കർത്താവ് യേശുക്രിസ്തു സ്വയമാണ്. ഈ കർത്താവിനെ തന്നെ നമ്മൾ സ്വീകരിക്കുകയാണെന്ന് ഈ ബോധത്തോടെ നമ്മൾ വചനത്തെ കേൾക്കണം. उस समय में हमारे आत्मिक उन्नति के लिए
प्रभु का आत्मा हमें बहुत मदद करेगा। ആ സമയത്ത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഒത്തിരി സഹായിക്കും. Praise the Lord. Praise the Lord. तो इसलिए हम प्रभु का कार्यों का बारे, प्रभु का कार्य जब तक आत्मा प्रकाशित नहीं करेगा तो हम नहीं जान सकते। കാരണം കർത്താവിന്റെ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ നമുക്ക് അതിന് പ്രയോജനമില്ല. तो अभी हमने देखा जब पवित्र आत्मा जब दुनिया में आया तो वो क्या करता है, वो मतलब पाप का बारे में या मतलब आदम का बारे में है और दाऊद के बारे में, जब प्रभु यीशु मसीह के बारे में और न्याय के बारे में, और बोलने का अर्थ शैतान के होने वाला अनंत काल का उस न्याय की सजा के बारे में और सारे दुनिया को या सारे लोगों को प्रभु ज्ञान देता है. നമുക്കറിയാലോ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പൊ പാപത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? അത് ആദാമിന്റെ അവസ്ഥ എന്ത്, നമ്മൾ ആദാമിലായ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള അവസ്ഥയാണ് പാപത്തെ കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നത്. നീതിയെ കുറിച്ചാണെങ്കിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവുള്ള നീതിമാനുള്ള അവസ്ഥയിലുള്ള ആ അവസ്ഥയിൽ നമ്മൾ പ്രവേശിക്കുകയും ക്രിസ്തുവിൽ നമ്മൾ വസിക്കാനുള്ള ആ നീതിയിൽ നമ്മളെ സഹായിക്കും, ബോധ്യം തരും. ന്യായവിധിയോ ഈ പിശാചിന് ന്യായവിധി വന്ന് അവൻ നരകത്തിലിടും. അത് മാത്രമല്ല ലോകത്തിന് ന്യായവിധി വരും എന്നുള്ള കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. प्रभु के आज आत्मा हमको और भी प्रभु का कार्यों के बारे में और भी हमारा आत्मिक उन्नति के लिए हमें प्रकाशन देना चाहते हैं. അതുകൊണ്ട് കർത്താവിന്റെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തെ കാര്യങ്ങൾ ഇനി ആഴമായിട്ട് അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവ നമുക്ക് പ്രകാശം തന്നുകൊണ്ടിരിക്കുകയാണ്. आज हम लोग उत्पत्ति उसका पहला अध्याय का 2-3 वचन पढ़ेगा. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 2-3 ജെനസിസ് ചാപ്റ്റർ 1 verse 2 and 3. ഭൂമി പാടായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. पृथ्वी बेडौल और सुनसान पड़ी थी और गहरे जल के ऊपर अंधियारा था तथा परमेश्वर का आत्मा जल के ऊपर मंडरा था. जब परमेश्वर ने कहा उजाला हो तो उजाला हो गया. देखिए यहाँ पर हम क्या देखता है, ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? साधारण रीति में देखेगा तो हमको शायद खास कुछ बात दिखाई नहीं देगा. നമ്മൾ സാധാരണ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, ഒരു ആത്മീയ കാര്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. परंतु ये 2 वचन में 3 आगमन देखता है. എന്നാൽ ഈ 2 വാക്യങ്ങളിൽ 3 വരവിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. बहुत ध्यान से देना, നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണേ. ये 2 वचन में 3 आगमन है. ഈ 2 വചനത്തിൽ 3 പ്രകാരമുള്ള വരവ് നമ്മൾ കാണുന്നുണ്ട്. कौन कौन सा आगमन है, कितने लोग दिखाई दिया? എത്ര പ്രകാരമുള്ള വരവിനെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇതിൽ മനസ്സിലായത് एक हम देखते हैं कि एक वहां पर आत्मा आया, ഒന്ന് നമ്മൾ കാണുന്ന അവിടെ ആത്മാവ് വന്നു, दूसरा वचन आया, അവിടെ രണ്ടാമത് അവിടെ വചനം വന്നു, तीसरा ज्योति आया. 3 നമ്മൾ കാണുന്നത് വെളിച്ചം വന്നു. तीसरा ആമേൻ. अभी हमने देखा था कि जब परमेश्वर ने उस पुराना पृथ्वी को न्याय किया था, उस समय में सारे पृथ्वी को प्रभु ने पानी से डुबा दिया या ढक दिया था. നമുക്കറിയാലോ ആ പഴയ ഭൂമിയുടെ അവസ്ഥ. അവിടെ എന്ത് പറ്റി? പാപം കാരണം കൊണ്ട് ദൈവം ന്യായം വിധിച്ച് വെള്ളം കൊണ്ട് അത് നിറച്ചു വെച്ചോണ്ട് അതെന്ത് പറ്റി? അത് വെള്ളത്താലും ഇരുട്ടാലും അന്ധകാരത്താലും നിറഞ്ഞിരിക്കുവാണ്. बनाया हुआ पृथ्वी क्यों पानी से डूब गया? കാരണം ഈ ഉണ്ടാക്കിയ ഈ ഭൂമി എന്തിനാ വെള്ളം കൊണ്ട് നിറഞ്ഞു പോയി? क्योंकि मैंने कल भी आपको बताया ये पानी एक न्याय को बताता है. കാരണം നമ്മൾ ഇന്നലെ നമ്മളിത് കേട്ടതാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് ന്യായവിധിയാണ് കാണിക്കുന്നത്. Praise the Lord. Praise the Lord. तो मतलब यहाँ पर हम देखते हैं कि पूर्ण रूप में मतलब दुनिया भ्रष्ट हो गया था, इसलिए प्रभु ने क्या किया, उसको पानी से पूर्ण रूप में पृथ्वी को पानी से डुबा दिया या उसको ढक दिया. കാരണം ഈ ലോകം മൊത്തം പാപം നിമിത്തം അത് ഭ്രഷ്ടമായി അത് ശപിക്കപ്പെട്ട അവസ്ഥയിലായോണ്ട് ദൈവം ലോകം മൊത്തം ഭൂമിയെ മൊത്തമായിട്ട് വെള്ളത്താൽ നിറച്ചു. बाद में हम देखते हैं कि मतलब उस अवस्था में नष्ट ना होने के लिए प्रभु की आत्मा आया. എന്നിട്ട് ആ കാര്യത്തിൽ പൂർണ്ണമായിട്ട് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അയച്ചു. പരിശുദ്ധാത്മാവിടെ കാര്യം ചെയ്തു. वो आत्मा क्या करता था? आत्मा मंडलाता था. അവിടെ നമ്മൾ എന്തുവാ കാണുന്നത്? പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. देखिए प्रभु की आत्मा वहां पर नहीं मंडलाता तो ये मृत्यु जरूर और भी भयानक रीति में नष्ट होता. നമുക്കറിയാം പരിശുദ്ധാത്മാവ് അവിടെ വെള്ളത്തിന്റെ മേൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇനിയും നാശമായ ശപിച്ച അവസ്ഥയിൽ പോയിരുന്നായിരുന്നു. हमें मालूम है कि जब अंडा ऐसा रहेगा तो वो खराब हो जाता कुछ समय के बाद. परंतु अंडे के ऊपर वो मुर्गी जब बैठता है
तो उसके कारण क्या होता है, उस अंडे से और मानो बच्चा बाहर आता है। നമുക്കറിയാം മുട്ട അത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് മോശമായി ചീത്തമായി അത് കളയേണ്ടി വരുന്ന അവസ്ഥയിലായി പോവാ. എന്നാൽ അതിനുമേൽ കോഴി ഇരിക്കുവാണെങ്കിൽ അതിൽ ജീവൻ ഉത്ഭവിക്കാനും ഒരു വേറെ കുട്ടി ജനിക്കുന്ന അവസ്ഥയിലായി മാറുവാണ്. वही मानव तत्व हम यहाँ पर देखते हैं कि मानव मृत्यु नाश ना होकर के नष्ट ना होने के लिए पहले प्रभु के आत्मा आकर के आत्मा मंडलाता रहा। അതുകൊണ്ട് അതേ തത്വമാണ് നമ്മൾ ഈ അവസ്ഥയിൽ ഈ വാക്യം നമ്മൾ നോക്കുന്നത്. ഭൂമി ഇനിയും പാഴായിരിക്കാൻ അല്ലെങ്കിൽ ഇനിയും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ശൂന്യമായിട്ട് ശപിക്ക അവസ്ഥയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പ്രവർത്തിച്ചു. प्रियो, हमारा भी अवस्था, हम पाप के अंधकार में पड़े थे। നമ്മുടെ അവസ്ഥയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാപത്തിന്റെ അന്ധകാരത്തിൽ നമ്മൾ വസിക്കുമായിരുന്നു. प्रभु के आत्मा हमारे में आकर कार्य किया। എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലും പ്രവർത്തിച്ചു. आत्मा कार्य करने के समय में प्रभु ने वचन भेजा। പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം നമുക്ക് വചനം അയച്ചു. इस सुसमाचार को हमारे लिए दिया ഈ സുവിശേഷം ദൈവം നമുക്ക് തന്നു. और वो सुसमाचार हमारे लिए आने के कारण क्या हो गया, हमारा नया जन्म हो गया। ആ സുവിശേഷം കേൾക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറ്റി, നമ്മൾ വീണ്ടും ജനിച്ചു. हमें सच में ज्योति मिला। നമുക്ക് യഥാർത്ഥ വെളിച്ചം കിട്ടി. Praise the Lord. हमारा जीवन में भी आया हुआ अनुभव, ये शुरुआत में ये धरती के कार्य में जो हुआ वो बात की तुलना में हम बहुत गहराई में देख सकते हैं। നമ്മൾ ഈ അവസ്ഥ നമ്മളായിട്ട് നമ്മൾ തുലനം ചെയ്യുവാണെങ്കിൽ ഈ ലോകത്തിൽ എന്ത് നടന്നു, ഈ ഭൂമിക്ക് എന്ത് പറ്റോ അത് ഒരു ഛായമായിട്ട് നമ്മളെ യഥാർത്ഥമായ കാര്യങ്ങൾ അതിൽ നമ്മൾ തുലനം ചെയ്യാൻ പറ്റും. क्योंकि मतलब मृत्यु पूर्ण रूप में अंधकार में थे, अंधकार में पड़े थे। നമുക്കറിയാം, കാരണം ലോകം മൊത്തം ഇരുട്ടിലും അന്ധകാരത്തിന്റെ അവസ്ഥയിൽ വസിക്കുമായിരുന്നു. वही तो हमारा अवस्था था ना। അതും നമ്മുടെ അവസ്ഥയായിരുന്നല്ലോ. एफेसियों 5 अध्याय का 8 वचन में എഫേസ്യർ ലേഖനം 5:8 നമ്മൾ എന്തോ വായിക്കുന്നത്, पहले तुम अंधकार थे। ആദ്യം നിങ്ങൾ ഇരുട്ടായിരുന്നു. देखा, पहले तुम कौन थे? നിങ്ങൾ ആദ്യം ആരായിരുന്നു? क्योंकि तुम तो पहले अंधकार थे, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു। മുമ്പേ നമ്മൾ ഇരുളായിരുന്നു. अभी क्या हुआ? ഇപ്പൊ എന്ത് പറ്റി? प्रभु की आत्मा हमारे जीवन में आया। ദൈവത്തിന്റെ ആത്മാ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ട് प्रभु की आत्मा हमारे जीवन में आकर के हमें क्या किया, हमें पाप का बारे में ज्ञान दिया। അപ്പൊ ആത്മാവ് നമ്മളിൽ വന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പാപത്തെ കുറിച്ച് നമുക്ക് വേണ്ടി ബോധം തന്നു. हमारा जन्म उसका स्रोत है आदम से हुआ। वो स्रोत में क्या हुआ, पाप करके हम प्रभु से दूर होकर के हम बिल्कुल आनंद काल के नरक की ओर, आग की ओर चलने वाला है, ये बात का हमें बोध दिलाया। നമ്മളെ ജനനത്താൽ നമ്മൾ ആദാമിന്റെ വംശാവലിയിൽ ജനിക്കുന്നതുകൊണ്ട് നമ്മൾ പാപ അവസ്ഥയിലായിരുന്നു, പാപത്തിൽ നമ്മൾ വീടിരിക്കുമായിരുന്നു, നമ്മുടെ അന്ത്യം നാശമായിരുന്നു, നമ്മൾ നരകത്തിന്റെ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള ഇതെല്ലാം കാര്യത്തിലുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. तब सुसमाचार हमारे लिए भेजा। അത് കഴിഞ്ഞിട്ട് സുവിശേഷം നമുക്ക് അയച്ചു. क्या बात है, ഇത്ര നല്ല കാര്യമല്ലേ? दूसरा तिमोथी उसकी पहला अध्याय 10 वचन, 2 തിമോത്തി 1:10 वहां पर इतना सुंदर रीति में बात को हम देखता है। 2 തിമോത്തി chapter 1:10 ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. क्या अनोखा वचन है वो। पर अब हमारे उद्धारकर्ता यीशु मसीह के प्रकट होने के द्वारा प्रकाशित हुआ, जिसने मृत्यु का नाश किया और जीवन और अमरता को उस सुसमाचार के द्वारा प्रकाशमान कर दिया। कितना गहरा बात है ना। എത്ര ആഴമുള്ള കാര്യമല്ലേ? क्योंकि हम लोग उस अंधकार में होकर के, पाप में चल करके अनंत काल की उस मृत्यु या नरक की आग में पड़ने वाला था, परंतु सुसमाचार हमारे जीवन में मिलने के कारण प्रभु ने हमें उस मृत्यु से हमें छुड़ा लिया। നമ്മൾ ഒരു സമയത്ത് നമ്മൾ അന്ധകാരത്തിൽ നടക്കുകയും പാപത്തിൽ നമ്മൾ വസിക്കുകയും നമ്മുടെ അവസാനമായ നിത്യനാശം അല്ലെങ്കിൽ നരകമായ രണ്ടാം മൃത്യുവിൽ നമ്മുടെ അന്ത്യം നമ്മൾ അവസ്ഥയിൽ പ്രവേശിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പോകുന്ന വഴി ആയപ്പോ ആ സമയത്ത് സുവിശേഷം വന്നു, നമ്മളെ രക്ഷിച്ചു, നമ്മളെ ആ മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. हम हमेशा के लिए नष्ट होने वाला अनुभव में था। നമ്മളെല്ലാം എന്നേക്കുമുള്ള ഒരു നശിച്ച അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലായിരുന്നു. पर ये सारा काम प्रभु ने किया। എന്നാൽ കർത്താവ് ഒരു കാര്യം ചെയ്തിട്ട് प्रभु ने आत्मा भेजा, എന്നിട്ട് കർത്താവ് ആത്മാവ് അയച്ചു, प्रभु ने समाचार भेजा, കർത്താവ് സുവിശേഷം അയച്ചു, और प्रभु ने हमारे लिए ज्योति दी। അതിൽ കർത്താവ് നമുക്ക് വെളിച്ചം തന്നു. इतना बड़ी बात है। ഇത്ര വലിയ കാര്യമല്ലേ? हम अंधकार में थे, अंधकार के राज में थे, पर तो अभी हमें अद्भुत ज्योति मिला है। നമ്മൾ ഒരു സമയത്ത് അന്ധകാരത്തിൽ ആയിരുന്നു, നമ്മൾ ഇരുളിലായിരുന്നു, എന്നാൽ കർത്താവ് അവന്റെ അത്ഭുത ജ്യോതിയിലേക്ക് ഉള്ള രാജ്യത്തിൽ ദൈവം നമ്മൾ പ്രവേശിപ്പിച്ചു. वही बात हम पहला पत्रोस 2 अध्याय का 9 वचन में पढ़ता है। 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. मैं इस बातों को आपको इतना सरल रूप में इसलिए बताता हूँ, आप उस बातों को देखो। उत्पत्ति में जो दुनिया, जो इस पृथ्वी के साथ जो हुआ, वो कामों के साथ हम
हम अपने जीवन को भी थोड़ा तुलना करके देखेगा तो मैं- इतना अनोखा कार्य प्रभु ने वहां पर किया, वैसा काम प्रभु ने हमारे जीवन में किया। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്ത കാര്യം അത് ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുവാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളുടെ ബോധ്യം നമുക്ക് വായിക്കാൻ പറ്റും. तो अभी पहला पत्रोस दूसरा अध्याय के 9 वचन क्या कहता है? 1 പത്രോസ് 2:9 നമ്മൾ എന്താ വായിക്കുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ, इसका मतलब हम लोग अंधकार में थे, അപ്പൊ നമ്മൾ വായിക്കും നമ്മൾ അന്ധകാരത്തിലായിരുന്നു, हमें प्रभु ने अद्भुत ज्योति में लाया। എന്നിട്ട് അവൻ അത്ഭുത ജ്യോതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. Praise the Lord. Amen. क्योंकि ज्योति होते बिना वास्तविकता को हम जान नहीं सकते। കാരണം വെളിച്ചമില്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ज्योति में हम सब कुछ हमें दिखता है, വെളിച്ചത്തിൽ നമുക്ക് എല്ലാ കാര്യവും സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. तो इसलिए ज्योति अगर नहीं है तो वहां पर जीवन का उन्नति नहीं होगा। കാരണം വെളിച്ചം എവിടെ ഇല്ല അവിടെ ജീവന്റെ വളർച്ചയില്ല. एक प्रकार जीवन का उद्भव के लिए ज्योति की जरूरत है। കാരണം ഒരർത്ഥത്തിൽ ജീവന്റെ വളർച്ച അല്ലെങ്കിൽ ഉത്ഭവം ആകണമെങ്കിൽ നമുക്ക് അവിടെ വെളിച്ചം വേണം. Praise the Lord. Amen. जीवन होने के लिए ज्योति जरूरी बात है। ജീവൻ ഉണ്ടാകണമെങ്കിൽ അവിടെ വെളിച്ചം ഉണ്ടായിരിക്കും. ज्योति के साथ हमेशा जीवन है, കാരണം വെളിച്ചത്തിന്റെ കൂടെ എപ്പോഴും ജീവനുണ്ട്. अंधेरे के साथ हमेशा मृत्यु है। ഇരുട്ടിൽ കൂടെ ഇരുട്ടിന്റെ അകത്ത് എപ്പോഴും മരണമുണ്ട്. Praise the Lord. Amen. तो अभी दुनिया का मृत्यु की दिशा था, അതോട് നമ്മള് ലോകത്തിന്റെ മരണാവസ്ഥയിലായിരുന്നു. तो अभी दुनिया को प्रभु ने क्या किया? അതുകൊണ്ട് ലോകത്തിനെ കർത്താവ് എന്ത് ചെയ്തു? प्रभु ने एक नया प्रकार उसको बनाया। കർത്താവ് ഒരു പുതിയ രീതിയിൽ അതിനെ ഉണ്ടാക്കി. Praise the Lord. Amen. वो कितने साल ऐसा रहा होगा अपने को मालूम नहीं। അത് എത്ര വർഷം അങ്ങനെ ഇരുട്ടായ അവസ്ഥയിൽ മരണാവസ്ഥയിലായിരുന്നു നമുക്ക് അറിയത്തില്ല. वो सब प्रभु का इच्छा है तो प्रभु अनंत काल में हमको वो सारा बात का भी भेद बताएगा। Amen. അത് കർത്താവിന്റെ ഹിതമാണെങ്കിൽ അത് അടുത്ത യുഗത്തിൽ കർത്താവ് അതിന്റെ രഹസ്യങ്ങൾ മർമ്മങ്ങളെല്ലാം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ये पृथ्वी कब बनाया हमको मालूम नहीं। ഈ ഭൂമി എപ്പോഴാണ് ഉണ്ടാക്കി നമുക്ക് അറിയത്തില്ല. आपको मालूम है पृथ्वी की आयु दुनिया बहुत रीति में बताता है। കാരണം ഈ ഭൂമിയുടെ വയസ്സ് ഈ ലോകം അനേക കാര്യങ്ങൾ പറയാറുണ്ട്. वो एक दिन ऐसे बोलेगा तो दूसरा मतलब ज्ञानी लोग और एक बोलेगा, मतलब संख्या कभी मतलब पक्का नहीं बोल सकता। കാരണം ചില സയന്റിസ്റ്റ് പറയുന്നത് ഇന്ന് ഇത്രയും ദിവസം എടുത്തു എന്ന് അങ്ങനെ പറയും. നാളെ വേറൊരു സയന്റിസ്റ്റ് പറയും അയ്യോ അതിനേക്കാളും കൂടുതൽ ദിവസം എടുത്തു എന്നാണ്. വേറെ ഇങ്ങനെ ഓരോരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. कोई लोग बोलते हैं मतलब 40 करोड़ साल पहले मानव पृथ्वी बनाया। ചിലവർ പറയുന്നത് 40 കോടി വർഷം മുമ്പെയാണ് ഭൂമി ഉണ്ടാക്കിയത്. तब दूसरा बोलता है कि नहीं 40 नहीं मतलब 4000 करोड़ साल पहले बनाया। അത് ചിലവർ പറയുന്നത് അല്ല അത് 4000 കോടി വർഷം മുമ്പേ ഉണ്ടാക്കിയതാണ്. अब ये बात ऐसे बदलते रहते हैं, അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. परंतु हम प्रभु का वचन में क्या देखा? ദൈവത്തിന്റെ വചനത്തെ നമ്മൾ എന്താ കണ്ടത്? अभी हमने वो शुरुआत का वचन में देखो, वचन कितना सत्य है। നമ്മൾ തുടക്കത്തിൽ നമ്മൾ വായിച്ചു. കാരണം വചനം എത്ര സത്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു। उत्पत्ति शुरुआत का ही वचन में इतना क्लियर लिखा है। आदि में थोड़ा पढ़ना। आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की। देखो अभी वो शब्द मतलब सृष्टि का शुरुआत का शब्द है। ഇത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഉൽപ്പത്തിയിൽ അവിടെ സൃഷ്ടിയുടെ ഒരു വാക്കാണ് നമ്മൾ കാണുന്നത്. लेकिन हमको ये बात को समझना है, എന്നാൽ നമുക്ക് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് वो कितना साल पुराना है करके कोई भी मनुष्य कभी नहीं बोल पाएगा। അത് എത്ര വർഷം പഴയതായിരുന്നു എത്ര വർഷമായിരുന്നു ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റത്തില്ല. वो जिसने बनाया वो प्रभु ही प्रकट करते बिना किसी को समझेगा। കാരണം അത് ആര് സൃഷ്ടിച്ചോ ആ കർത്താവ് വെളിപ്പെടുത്തി തരാതെ ആർക്കും മനസ്സിലാകത്തില്ല. अभी उसको जानने की जरूरत हमें नहीं, इसलिए प्रभु ने साल नहीं बताया। അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് ഒരു പ്രയോജനമില്ല അല്ലെ അതിൽ ലാഭമൊന്നും ഇല്ല എന്ന് അറിയുന്നതുകൊണ്ട് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. अभी ये 3 बात आने के द्वारा अभी क्या हुआ? ഇപ്പൊ ഈ 3 കാര്യങ്ങൾ വന്നുകൊണ്ട് അവിടെ എന്ത് പറ്റി? यहाँ पर 3 अलगवाई का कार्य हुआ। 3 വേർപെടൽ അല്ലെങ്കിൽ 3 മാറ്റം ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. देखा भाई ये 3 बात आने के समय में 3 अलगवाई या मतलब സെപ്പറേഷൻ हुआ। അപ്പൊ അവിടെ കാണുന്ന അപ്പൊ 3 കാര്യങ്ങൾ വന്നുകൊണ്ട് 3 പ്രകാരമുള്ള മാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന ഒരു 3 കാര്യങ്ങൾ അവിടെ നടന്നു. प्रियो आपको मालूम है ये जो अलगवाई का कार्य प्रभु ने ही शुरू किया। നമുക്കറിയാലോ ഈ മാറ്റി വെക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് കർത്താവ് തന്നെയാണ് തുടങ്ങിയത്. आज हमें भी इस अलगवाई का भेद जानना जरूरी बात। അതുകൊണ്ട് നമുക്കും ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ മാറി നിൽക്കണം എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ചേർക്കപ്പെടാതെ നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയിൽ വേർപെടുക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കണം. ഈ കാര്യം നമുക്ക് മനസ്സിലാക്കണം. मंडली क्या है? കാരണം സഭ എന്താണ്? एक्लेसिया। എക്ലീസിയ मतलब प्रभु ने
मतलब दुनिया से अपनी महिमा के लिए अलग किया हुआ लोगों का झुंड है। കാരണം സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്ലീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ലോകത്തിൽ നിന്ന് ചിലവരെ മാറ്റി വെച്ചു. तो इसका मतलब उस अलग करना अलग। अभी यहाँ पर ये तीन बात, जब प्रभु के आत्मा आया, वचन आया और ज्योति आया, ये तीनों आने के कारण तीन अलग वायु। അതേപോലെ തന്നെ കർത്താവിന്റെ ആത്മാവ് ഇവിടെ വന്നപ്പോൾ, ദൈവത്തിന്റെ വചനം ഇവിടെ വന്നപ്പോൾ, വെളിച്ചം വന്നപ്പോൾ ഒരു വേർപാട് അല്ലെങ്കിൽ മാറ്റിവെക്കലിന്റെ ഒരു അവസ്ഥ ഇവിടെ വന്നു. मतलब उसमें तीन बातों का अलग वायु। അതായത് മൂന്ന് കാര്യങ്ങളിൽ വേർപാടായി. इसमें किन किन बातों का अलग वायु हुआ? അത് ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു മാറി വെച്ച് സെപ്പറേറ്റ് ആയത്? उसका हम 4 और 5 वचन पहले पढ़ेंगे। 4ഉം 5ഉം നമ്മൾ വായിക്കുമ്പോൾ पढ़िएगा। अभी सब हिंदी में पढ़ेगा, आप लोग बाकी लोग मलयालम में पढ़ करते। അതിപ്പോ എല്ലാം ഹിന്ദിയിലായിരിക്കും വായിക്കുന്നത്, മലയാളികൾ ഇടയ്ക്ക് വായിച്ചാൽ മതി. और परमेश्वर ने उजाले को देखा कि अच्छा है, और परमेश्वर ने उजाले को अंधेरे से अलग किया, और परमेश्वर ने उजाले को दिन और अंधेरे को रात कहा, तथा सांझ हुई फिर भोर हुआ, इस प्रकार पहला दिन हो गया. देखिए यहाँ पर ज्योति और अंधेरे को दोनों को अलग किया. ഇവിടെ നമ്മൾ നോക്കുന്നത് വെളിച്ചവും അന്ധകാരത്തിനെ കർത്താവ് വേർപാട് മാറ്റി. ज्योति और अंधकार साथ में नहीं रह सकता, കാരണം വെളിച്ചവും ഇരുളും അത് ഒരുമിച്ച് വസിക്കാൻ പറ്റത്തില്ല. वो प्रभु बिल्कुल चाहता नहीं, കാരണം അത് കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. प्रियो हमारे जीवन में ये जो अलगवाई का जो विषय है, आज बहुत पवित्र लोग इस पर गौर नहीं देता. ഇന്ന് വിശ്വാസികൾ ഇന്ന് വേർപാടായിട്ട് നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ വേർപാടിന്റെ അവസ്ഥ ഇന്ന് വിശുദ്ധന്മാർക്ക് അത് ശരിക്കും മനസ്സിലാകത്തില്ല. आज भी बहुत लोग सोचते हैं कि मतलब अभी से साथ में रहेगा तो क्या नुकसान है. കാരണം ഇന്ന് അനേകർ പേര് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇന്ന് നിങ്ങൾ ലോകവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നടന്ന എന്താ കുഴപ്പം? प्रियो ऐसा नहीं, എന്നാൽ അങ്ങനെ ചെയ്യല്ലേ പ്രിയപ്പെട്ട. प्रभु ने हमें ये बात का आदर्श दिखाया, तो इसका भेद हमें जानना चाहिए. കാരണം കർത്താവ് നമുക്ക് ഈ വിഷയത്തിലുള്ള ആദർശം നമുക്ക് കാണിച്ചു തന്നേക്കുവാണെങ്കിൽ അതിന്റെ ആഴം, അതിന്റെ മർമ്മം എന്താ നമ്മൾ മനസ്സിലാക്കണം. जब दूसरा कोरिन्थी 6 अध्याय उसकी 14 वचन में 2 कोरिन्थർ 6:14 നമ്മൾ വായിക്കുമ്പോൾ, दूसरा कोरिन्थी 6 अध्याय का 14 वचन के आखिरी भाग में लिखा है, 2 कोरिन्थർ 6:14, 2 कोरिन्थർ 6:14 അതിന്റെ അവസാന ഭാഗം, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. एक सवाल, मतलब उससे पहले भी 2 सवाल है. क्या ज्योति और अंधकार की क्या संगति? ज्योति और अंधकार का क्या संगति? വെളിച്ചവും ഇരുട്ടുമായിട്ട് എന്ത് ബന്ധം, എന്ത് കൂട്ടായ്മ? कोई संगति नहीं. ഒരു കൂട്ടായ്മയില്ല. पूछने का मतलब उनका आपस में संगति का सवाल नहीं. അതിന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് രണ്ടുമായിട്ട് കൂട്ടായ്മയില് ഒരു കാരണവും ഇല്ല, അത് ചേരാൻ പറ്റത്തില്ല. प्रियो, खास करके इसी कारण प्रभु का लोगों को इन बातों में कितना सावधान रहना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാർക്ക് ഈ വിഷയത്തിൽ എത്ര അതിസൂക്ഷ്മയുടെ കാര്യങ്ങൾ ചെയ്യണം. वहां पर आपको मालूम है, उस 14 से मतलब 14 और 15 वचन में हम देखेगा तो 16 वचन तक पढ़ेगा तो वहां पर 5 सवाल है. നമ്മൾ അതേ അധ്യായത്തില് 6 അധ്യായത്തിന് 14 തൊട്ട് 16 വരെ വായിക്കുമ്പോൾ അവിടെ 5 ചോദ്യങ്ങളാണ് അവിടെ കാണുന്നത്. कंटिन्यूस सवाल है. അത് കണ്ടിന്യൂ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. क्या क्या सवाल है? എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? मतलब एक अलगवाई का वहां पर भी एक खास बात प्रभु की आत्मा प्रकाशित करता है. കാരണം വേർപാടിന്റെ ഒരു അവസ്ഥ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാണ്. आपको मालूम है, विरोधी बहुत बड़ा नफरत करने वाला बात है अलगवाई. കാരണം ശത്രു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പകയ്ക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ വേർപാടിന്റെ അവസ്ഥ. क्योंकि अलगवाई नहीं तो पवित्रता ही नहीं. കാരണം വേർപാടില്ലെങ്കിൽ വിശുദ്ധി ഇല്ല. पवित्रता ही नहीं तो हम कभी भी प्रभु को देख भी नहीं सकता, प्रभु को प्रसन्न भी नहीं कर. വിശുദ്ധി ഇല്ലാത്തവർ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനും പറ്റത്തില്ല, ദൈവത്തെ നോക്കാനും പറ്റത്തില്ല. आप थोड़ा सा उसको जल्दी पढ़ लेगा. അതിന് പെട്ടെന്ന് നമ്മൾ വായിക്കാം. अविश्वासियों के साथ असमान जुए में न जुतो, क्योंकि धार्मिकता और अधर्म का क्या मेल जोल? देखा, धार्मिकता का और अधर्म का क्या मेल जोल? या ज्योति और अंधकार की क्या संगति? ज्योति और अंधकार की क्या संगति? നീതിയും അനീതിയുമായിട്ട് എന്തോ കൂട്ടായ്മ, വെളിച്ചവും ഇരുളുമായിട്ട് എന്തോ കൂട്ടായ്മ, और मसीह का बलिया के साथ क्या लगाव? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? या विश्वासी के साथ अविश्वासी से क्या नाता? വിശ്വാസി അവിശ്വാസിയുമായിട്ട് എന്ത് ഓരി? और मूर्तियों के साथ परमेश्वर के मंदिर का क्या संबंध? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? देखिए बस यहाँ पर 5 सवाल मतलब पौलुस के द्वारा प्रभु के आत्मा पूछता है. അപ്പൊ ഇവിടെ 5 പ്രകാരമുള്ള ഒരു ചോദ്യം പൗലോസ് മുഖാന്തരം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നുണ്ട്. बोलने का अर्थ, प्रभु के लोग, चुने हुए लोग इन सारे बातों में कितना अलग रहना चाहिए. അതിന്റെ അർത്ഥം വിശുദ്ധന്മാർ അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികൾ ഈ കാര്യങ്ങളിൽ നിന്ന് എത്ര വേർപാടായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വേണം. आज भी बहुत विश्वासी लोग
शादी के समय में एक विश्वासी अविश्वासी के साथ भी शादी किया तो क्या हो गया, ऐसा पूछने वाले विश्वासी लोग भी है। ഇന്ന് നമ്മൾ വിശ്വാസികളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ വിവാഹ വിഷയം വരുമ്പോൾ ഉടനെ അവർ ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ വിശ്വാസികളായ നമ്മൾ ആ വിശ്വാസിയായിട്ട് കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ എത്ര വിശ്വാസികൾ ചോദിച്ചിട്ടുണ്ട്. अरे मैं बोलता हूँ, मेरे को एक बार एक पास्टर ने मेरे को पूछा कि ऐसे क्या हो गया, वो भी एक मतलब कुछ भी हो क्रिस्ती कुटुंब में तो जन्म लिया था ना। എന്നോട് ഒരു ദിവസം ഒരു പാസ്റ്റർ ഈ വിഷയത്തിൽ തർക്കം ചെയ്യാൻ വന്നത് പറഞ്ഞപ്പോൾ അത് ആ പെണ്ണുമായിട്ട് കല്യാണം കഴിച്ച അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് കല്യാണം കഴിച്ച എന്താ കുഴപ്പം, അവരും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതല്ലേ. प्रियो, मसीह परिवार में जन्म लिया वो बात नहीं, जब तक मसीह में नया जन्म नहीं पाया, एक नया जन्म पाया हुआ व्यक्ति को ऐसा अविश्वासियों के साथ नाता प्रभु का वचन क्लियर मना करता है. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് വിഷയമേ അല്ല അവിടെ, എന്നാൽ ഒരു പുതിയ ജന്മം ആകെ രക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അപ്പൊ ഒരു രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി അവൻ കല്യാണത്തിൽ പ്രവേശിക്കുമ്പോൾ അവന്റെ പാർട്ട്ണർ ഈ രക്ഷയുടെ അവസ്ഥയിൽ വന്നിട്ടില്ലെങ്കിൽ ആ വിഷയത്തിൽ അതിന്റെ കൂട്ടായ്മ ചെയ്യല്ലേ എന്നുള്ള അവസ്ഥ വചനം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. कई बार कई लोग ऐसा, कई अगुआ लोगों ने मिसगाइड करने के कारण कितनी विश्वासी लोगों का जिंदगी बर्बाद हो गया. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ദേവദാസന്മാർ ഇങ്ങനെ തെറ്റായ രീതിയിൽ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എത്ര വിശ്വാസികൾ തെറ്റായിട്ട് അവർ പോയിട്ടുണ്ട്. हमारे बीच में मतलब अच्छा विश्वास में चलने वाले लोग ठोकर खा करके अविश्वासियों के साथ शादी होकर के और उनका जीवन आज साथ में नहीं रहता, वो अलग अलग रह करके कितना दुखदायक जीवन बिताने वाले लोग, कई लोग हमारे बीच में हमें दिखता है. ഇത് നമ്മുടെ ഇടയിലും ഇത് അനേകർ പേര് ഇന്ന് വിശ്വാസികൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ ഇടർച്ച ആയി വീണ് അവിശ്വാസികളായിട്ട് അവർ കല്യാണം കഴിച്ചിട്ട് ഇന്നോ അവർ രണ്ടുപേരും ഒരുമിച്ചല്ല ജീവിക്കുന്നത്, രണ്ടുപേരും മാറി മാറിയാ ജീവിക്കുന്നത്. ഇങ്ങനെ എത്ര വലിയ ദുഃഖമുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത്. प्रियो, प्रभु का वचन को कोई एक विषय को एक भी उपदेश को तुच्छ ना करे. അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവിന്റെ ആലോചന വരുമ്പോൾ അതിന് ഒരു ഉപദേശത്തിന് പോലും നമ്മൾ നിന്ദിക്കല്ലേ. तो इसका मतलब ज्योति और अंधकार के साथ कुछ भी हमारी संगति नहीं. അതിന്റെ അർത്ഥം എന്താ, വെളിച്ചവും ഇരുളുമായിട്ട് ഒരു ബന്ധവും കൂട്ടായ്മ ഇല്ല. आपको मालूम है, जब हम अनंत काल जब यरूशलेम में रहेगा, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നിത്യതയിൽ നമ്മൾ യെരൂശലേമിൽ നമ്മൾ വസിക്കുമ്പോൾ वहां पर बिल्कुल क्लियर अलग हुआ है. അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് വേർപാട് നമ്മൾ കാണുന്നുണ്ട്. वहां पर बिल्कुल अंधेरा नहीं, അവിടെ ഒരു ഒട്ടും ഇരുട്ടില്ല. उधर अंधेरा को प्रवेश करने का कुछ मौका भी नहीं. അവിടെ ഇരുളിനെ പ്രവേശിക്കാനുള്ള ഒരു വഴി അവിടെ ഇല്ല. जब प्रकाशित वाक्य 21 अध्याय का 25 वचन, വെളിപ്പാട് 21:25 रात्रि അവിടെ ഇല്ലല്ലോ. वहां पर लिखा है कि रात वहां पर नहीं. उसके फाटक दिन को कभी बंद न होंगे और रात वहाँ न होगी. रात वहां पर नहीं, അവിടെ ഇരുട്ട്, രാത്രി അവിടെ ഇല്ല. वहां पर अंधेरा नहीं. അവിടെ ഇരുട്ടില്ല. एक बात आपको बताना चाहता ഞാൻ हूँ, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, सच्चा अलगवाई का जरूरत लोग जानना चाहिए. ഇന്ന് യഥാർത്ഥ വേർപാടിന്റെ ജീവിതം വിശുദ്ധന്മാർ അറിഞ്ഞിരിക്കണം. अंधकार बोलेगा तो आपको मालूम है पाप है. ഇരുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് പാപമല്ലേ. अभी हमारे संबंध में हमें मतलब समझने के लिए, बहुत आसानी से समझने के लिए अंधकार बोलेगा तो पाप, कोई भी पाप उस नया यरूशलेम में नहीं. അതുകൊണ്ട് നമുക്ക് ശരിക്കും നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാര്യം പറയുവാണ്, ഇരുളെന്ന് പറഞ്ഞാൽ പാപമാണ്. അപ്പൊ ഒരു പ്രകാരമുള്ള പാപാവസ്ഥ രാജ്യദേവരായ യെരൂശലേമിൽ കാണത്തില്ല. उद्धार पाए हुए लोग हर प्रकार का पाप से दूर रहना चाहिए. കാരണം രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാരമുള്ള പാപത്തിൽ നിന്ന് അവർ മാറി നിൽക്കണം. जब प्रकाशित वाक्य 18 अध्याय का 4 वचन में വെളിപ്പാട് 18:4 Revelation 18:4 स्वर्ग से आया हुआ एक वाणी के बारे में कहता है. സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു വചനത്തെ നമ്മൾ നോക്കുന്നുണ്ട്. उसका 4 वचन में അത് 4-ാം വാക്യത്തിൽ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. മരം പഠിക്കുന്നത്. फिर मैंने स्वर्ग से एक और शब्द सुना, हे मेरे लोगों, उसमें से निकल आओ, അതിന് വിട്ടുപോരുവിൻ, कि तुम उसके पापों में भागी न हो. देखा, उसके पापों में भागी ना हो. അവർ അവളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ ഭാഗമാകല്ലേ. और उसकी विपत्तियों में से कोई भी तुम पर आ न पड़े. देखा, अगर पाप में ऐसा कुछ गलतियों में जाएगा तो कई विपत्ति में वो पड़ सकता है. കാരണം പാപത്തിന് നിങ്ങൾ ഭാഗമായി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വിപത്തിയും അല്ലെങ്കിൽ ദുഃഖ അവസ്ഥയിലും അതിൽ നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. इसलिए प्रभु बोलता है, मेरे लोग. അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹേ എന്റെ ജനമേ. अगर हम प्रभु का जन है तो നമ്മൾ കർത്താവിന്റെ കൂട്ടാളിയാണെങ്കിൽ निश्चय बात है, हमें जानना है कि हम प्रभु के लोग हैं, इसलिए हमें इन पापों से, हर प्रकार के पापों से हमें दूर रहना चाहिए. അതുകൊണ്ടല്ലേ കർത്താവ് നമ്മൾ നിശ്ചയമായിട്ട് കർത്താവിന്റെ ജനമാണെങ്കിൽ, കർത്താവിന്റെ കൂട്ടാളികളാണെങ്കിൽ നമ്മൾ എല്ലാ പ്രകാരമുള്ള പാപത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. वही बात, एक शब्द यशायाह नबी किताब उसका
52 अध्याय का 11 वचन। യശയായ 52 11 വാക്യം, ഐസയ 52:11. दूर हो दूर, यहाँ से निकल कर जाओ, कोई अशुद्ध वस्तु मत छुओ, कोई अशुद्ध वस्तु मत छुओ, ഒരു അശുദ്ധ കാര്യത്തിൽ നിങ്ങൾ തൊടല്ലേ, उसके बीच में से निकल जाओ। हाँ उसके बीच में से निकल जाओ। അതിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ മാറി നിൽപ്പീൻ. हे यहोवा के पात्रों को ढालने वालों, अपने आप को शुद्ध करो। अपने आप को शुद्ध करो। തന്നെ തന്നെ ശുദ്ധീകരിപ്പീൻ. Praise the Lord. ആമേൻ. प्रियो पवित्र लोगों को एक बड़ा कर्तव्य है। കാരണം വിശുദ്ധന്മാർക്ക് ഒരു ഏറ്റവും വലിയ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. हम ज्योति की संतान है, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ अभी हमें अंधकार के साथ संगति नहीं होना। നമുക്ക് അതുകൊണ്ട് ഇരുട്ടുമായിട്ട് ഇരുളായിട്ട് ഒരു കൂട്ടായ്മ നമ്മൾ വെക്കല്ലേ. अंधकार का संगति का मतलब कोई भी प्रकार का पाप से कॉम्प्रोमाइज नहीं करना। ഇരുളുമായിട്ട് കൂട്ടായ്മ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പാപത്തിന്റെ ഒരു വിഷയവുമായിട്ട് കോംപ്രമൈസ് ചെയ്യല്ലേ. जब पहला तिमोथी 5 अध्याय 1 തിമോത്തി 5-ാം അധ്യായം उसका 22 वचन, അതിന് 22-ാം വാക്യം, 1 തിമോത്തി 5:22. യാതൊരുത്തിനു മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ആകുകയുമരുത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക। ആമേൻ. अपने आप को पवित्र बनाए रख। अपने आप को पवित्र बनाए रखें। അതിന് നിങ്ങൾ തന്നെ നിർമ്മലരായി വെക്കുവിൻ. प्रियो हम और लोगों की पापों में भाग नहीं लेना। നമ്മൾ മറ്റവരുടെ പാവമായിട്ട് കൂട്ടായ്മ ചെയ്യല്ലേ. हमें प्रभु ने अलग किया है, കാരണം ദൈവം നമ്മളെ മാറ്റി വെച്ചേക്കുവാണ്. हम प्रभु का लोग हैं। നമ്മൾ ദൈവത്തിന്റെ ജനമാണ്. इसका मतलब यहाँ पर मतलब इस मतलब आत्मा आया, वचन आया, ज्योति आया, वहां पर 3 अलगवाई हुआ। सबसे पहले अलगवाई क्या था? ज्योति को अंधकार से अलग किया। അപ്പൊ അവിടെ 3 കാര്യം, ആത്മാവ് വന്നപ്പോൾ, അവിടെ വചനം വന്നപ്പോൾ, അവിടെ വെളിച്ചം വന്നപ്പോൾ, വന്നു കഴിഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ അവിടെ വേർപാടായി അല്ലെങ്കിൽ മാറി നിന്ന് നമ്മൾ കാണാൻ പറ്റും. ആദ്യത്തെ ഒരു കാര്യം മാറിയത് വെളിച്ചത്തിൽ നിന്ന് ഇരുള് മാറി. Praise the Lord. ആമേൻ. दूसरी बात क्या है? രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ നോക്കുന്നത്? कोई उत्पत्ति 6 से 8 तक जब हम पढ़ता है, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6 തൊട്ട് 8 വരെ നമ്മൾ വായിക്കുമ്പോൾ आप जल्दी पढ़िएगा। फिर परमेश्वर ने कहा, जल के बीच एक ऐसा अंतर हो कि जल 2 भाग हो जाए। तब परमेश्वर ने एक अंतर बनाकर उसके नीचे जल और उसके ऊपर के जल को अलग अलग किया, और वैसा ही हो गया। और परमेश्वर ने उस अंतर को आकाश कहा, तथा सांझ हुई, फिर भोर हुआ। इस प्रकार दूसरा दिन हो गया। देखिए यहाँ पर हम क्या देखते हैं कि ऊपर का जल और नीचे का जल ऐसा 2 भाग कर दिया। അവിടെ നമ്മൾ നോക്കുന്നത് മേളിലത്തെ വെള്ളവും താഴത്തെ വെള്ളവുമായിട്ട് അങ്ങനെ 2 വിഭാജമായി. इसका मतलब क्या है कि അപ്പൊ അതിനർത്ഥം എന്താ? मतलब हम लोग प्रभु में आने के बाद में हमारे जीवन में ये नीचे के बातों को त्यज कर ऊपर की बातों पर ही मन लगाना चाहिए। അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ വിശ്വാസിയായി കഴിഞ്ഞാൽ നമ്മൾ മേളിൽ നിന്ന് നമ്മൾ താഴെയും മേളിൽ നിങ്ങൾ ഇങ്ങനെ വിഭാജനം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ താഴേക്ക് നോക്കുന്നവരല്ല, മേളിലോട്ട് പോകുന്നവരുടെ കൂട്ടവരുള്ളവരാണ്. അപ്പൊ നമ്മൾ താഴത്തെ കാര്യങ്ങൾ നോക്കല്ലേ. Praise the Lord. ആമേൻ. हमें इस विषय में मुझे अभी नीचे से प्रभु ऊपर का बनाया। അത് നമ്മൾ ഈ വിഷയം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കർത്താവിന് നമുക്ക് താഴത്തെ ആൾക്കാരല്ല മേളിലത്തെ ആൾക്കാരാണ് ആക്കി വെച്ചത്. हमारा नया जन्म होने से पहले हम ये दुनिया का नागरिक है, നമ്മള് വീണ്ടും ജന്മം നമ്മൾ ആകുന്ന മുമ്പേ നമ്മൾ ഈ ലോകത്തിന്റെ ആൾക്കാരായിരുന്നു. परंतु अभी हम स्वर्ग के नागरिक हैं। എന്നാൽ ഇപ്പൊ നമ്മൾ സ്വർഗത്തിന്റെ സിറ്റിസൺ ആണ്. हाँ, जब फिलिपियों का पत्र 3 अध्याय का 20 वचन में हम पढ़ता है, ഫിലിപ്പിയർ ലേഖനം 3:20 നമ്മൾ വായിക്കുമ്പോൾ पर हमारा स्वदेश स्वर्ग पर है, और हम एक उद्धारकर्ता प्रभु यीशु मसीह के वहां से आने की बाट जो रहे हैं। देखो यहाँ पर ये बहुत बड़ा बात है प्रियो। हम लोग प्रभु ने हमें दुनिया से अलग किया। ഇവിടെ നമ്മൾ എത്ര സ്പഷ്ടമായി നമ്മൾ നോക്കും. ദൈവം നമ്മളെ ലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റി വെച്ചു. प्रभु ने नीचे का पानी और ऊपर का पानी दोनों 2 भाग कर दिया। ദൈവം താഴത്തെ വെള്ളവും മേളിലത്തെ വെള്ളത്തിനെ 2 വിഭാജമാക്കി 2 ആക്കി അതിനെ. इसी प्रकार अभी हमें दुनिया का नहीं, दुनिया का नीचे का नहीं, अभी हमें ऊपर का बनाया। അതേപോലെ തന്നെ ദൈവം നമ്മളെ ലോകക്കാരല്ല, ലോകത്തിന് താഴത്തുള്ളവരല്ല, എന്നാൽ സ്വർഗീയ ആൾക്കാരാക്കി. जब हम पहला पत्रोस उसका 2 अध्याय 11 वचन में देखता है, 1 പത്രോസ് 2:11 നമ്മൾ വായിക്കുമ്പോൾ, 1 Peter chapter 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്നവരും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. दोनों वचन पढ़िएगा 11-12। हे प्रियो, मैं तुमसे विनती करता हूँ कि तुम अपने आप को परदेशी और यात्री जानकर उन सांसारिक अभिलाषाओं से जो आत्मा से युद्ध करती है बचे रहो। अन्य जातियों में तुम्हारा चाल चलन भला हो,
ताकि जिन जिन बातों में वे तुम्हें कुकर्मी जानकर बदनाम करते हैं, वे तुम्हारे भले कामों को देखकर उन्हीं के कारण कृपा दृष्टि के दिन परमेश्वर की महिमा करे। देखा, मतलब बोलने का अर्थ क्या है कि आज इस जीवन में उलाट आया हुआ लोग एक बात जानना, मैं अभी इस दुनिया में परदेशी है। അതുകൊണ്ട് നമ്മൾ ഈ നമ്മൾ കർത്താവിൽ നിന്ന് നമ്മൾ വിളിക്കപ്പെട്ടവർ ആ കൂട്ടമാണെങ്കിൽ, ലോകത്തിൽ നമ്മൾ മാറി വെച്ചേക്കുവാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ പരദേശികളാണ്. उस पत्रोस का पहला अध्याय उसका एक दो वचन पढ़ना। ഒന്ന് പത്രോസ് 1:1-2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, पत्रस की ओर से जो यीशु मसीह का प्रेरित है, उन परदेशियों के नाम परदेशियों का नाम देखा, ആ പരദേശികൾക്ക് വേണ്ടിയിട്ട്, मतलब प्रभु में विश्वास किया हुआ लोगों को यहाँ पर वचन कहता है कि तुम लोग इस दुनिया में परदेशी है। കാരണം ഈ ലോകത്തിൽ നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ചവർ അവരിപ്പോ അവരെന്താ പരദേശികളായി. Praise the Lord. हम लोग हमारा ध्यान पूरा क्या होना, നമ്മളെന്താ നമ്മുടെ ശ്രദ്ധ എല്ലാം ഏത് വിഷയത്തിലായിരിക്കണം? स्वर्गीय बातों, സ്വർഗീയ കാര്യത്തിലായിരിക്കണം, नीचे की बातों पर नहीं। താഴത്തെ കാര്യങ്ങൾ വേണ്ടിയിട്ടല്ല. हमने शुरुआत में भी कोलोसियों के पत्री से देखा था कि तुम मसीह के साथ जिलाया गया है, तो मसीह वर्तमान जो स्वर्ग में है, इसलिए दुनिया का नहीं या पृथ्वी का नहीं, स्वर्गीय बातों का खोज में रहना, उसी को ही ढूंढना। അതുകൊണ്ട് നമ്മൾ നേരത്തെ നമ്മൾ കൊലോസ്യ ലേഖനം 3:1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ കർത്താവ് നമ്മൾ എന്ത് ചെയ്തു? കർത്താവ് നമ്മൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ അവന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തിട്ട് നമ്മുടെ സ്ഥാനം അവിടെ ആയിരിക്കുകൊണ്ട് നമ്മുടെ മനസ്സ് ലോകത്തിന്റെ കാര്യങ്ങളല്ല സ്വർഗത്തിലെ കാര്യത്തിൽ അന്വേഷിപ്പീൻ. इसका मतलब ये जो अलगवाई किसको बताता है? ഈ വേർപാട് എന്തുവാ കാണിക്കുന്നത്? हम भौतिक बातों को छोड़कर मतलब स्वर्गीय बातों पर मन लगाना वाला बने। അതായത് നമ്മൾ ഈ ഭൂമിയുടെ കാര്യത്തിൽ നിന്ന് മനസ്സ് മാറ്റി സ്വർഗീയ കാര്യത്തിൽ ചിന്തിപ്പിക്കാനും മനസ്സ് വെക്കണം, ഈ വിഷയത്തിലായിരിക്കണം. नीचे की बातों को छोड़कर ऊपर की बातों पर मन लगाए। താഴത്തെ കാര്യത്തിൽ നമ്മൾ മനസ്സ് വിട്ടിട്ട് മേളത്തെ കാര്യത്തിന് വേണ്ടി മനസ്സ് വെക്കണം. कितना अनोखी बात है, ഇത്ര ശ്രേഷ്ഠ കാര്യമല്ലേ? प्रभु ने कहा वैसा हुआ। കർത്താവ് അങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ നടന്നു. ऐसा है तो आज वचन पाया हुआ हरेक लोगों के जीवन में ये अलगवाई चाहिए। അത് അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വചനം മുഖാന്തരം രക്ഷിക്കപ്പെട്ടവർ എല്ലാവരിലും ഈ വേർപാടായിരിക്കണം. Praise the Lord. अभी तीसरा क्या उसका अलगवाई हुआ? മൂന്നാമത്തെ കാര്യം നമ്മൾ എവിടെ നോക്കുന്നത്? वहां पर हम देखते हैं उसका 9-10 वचन में, അതിന്റെ 9-10 നമ്മൾ നോക്കുന്നത്. फिर परमेश्वर ने कहा, आकाश के नीचे का जल एक स्थान में इकट्ठा हो जाए और सूखी भूमि दिखाई दे, और वैसा ही हो गया। परमेश्वर ने सूखी भूमि को पृथ्वी कहा तथा जो जल इकट्ठा हुआ उसको उसने समुद्र कहा, और परमेश्वर ने देखा कि अच्छा है। बस अभी हम अब क्या देखता है? ഇവിടെ നമ്മൾ എന്തോ നോക്കുന്നത്? प्रभु ने मतलब पृथ्वी को पानी से अलग किया। കർത്താവ് ഇവിടെ ഭൂമിയെ വെള്ളത്തിൽ നിന്ന് മാറ്റി. Praise the Lord. आपको मालूम है समुद्र हमेशा किसको बताता है? നിങ്ങൾക്കറിയാലോ സമുദ്രം എന്തിനാ കാണിക്കുന്നത്? आपको मैंने इससे पहले कई बार बताया, ഇതിന് മുമ്പിലും നിങ്ങൾ ആദ്യമായിട്ട് അനേക പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. समुद्र हमेशा मृत्यु को दिखाता है। സമുദ്രം എപ്പോഴും മരണത്തെയാണ് കാണിക്കുന്നത്. Praise the Lord. तो मतलब मृत्यु जीवन को दिखाता है, ഈ പൃഥ്വി ഭൂമി എന്ന് പറഞ്ഞാൽ അത് ജീവനാണ് കാണിക്കുന്നത്. Praise the Lord. ये भी एक अनोखी बात है। ഇത് ഇവിടെ നല്ല ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. इसलिए प्रभु ने क्या किया, मतलब उस समुद्र से पृथ्वी को अलग किया। അതുകൊണ്ട് കർത്താവ് ഇവിടെ എന്ത് ചെയ്തു? സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ കർത്താവ് മാറ്റി. इसका मतलब आपको मालूम है कि जब नया यरूशलेम जब आएगा, നമുക്കറിയാലോ പുതിയ യെരുശലേം അവിടെ ഭൂമിയിൽ വരുമ്പോൾ, इवन नया पृथ्वी भी जब आएगा, പുതിയ ഭൂമി കർത്താവ് വെക്കുമ്പോൾ उसमें समुद्र नहीं, ആ ദിവസങ്ങളിൽ ആ സമയത്ത് സമുദ്രമില്ലായിരിക്കും, വെള്ളം ഇല്ലായിരിക്കും. बोलने का अर्थ वहां पर मृत्यु नहीं। അതിന്റെ അർത്ഥം സമുദ്രം ഇല്ലാന്ന അർത്ഥം എന്താ? അവിടെ മരണമില്ലായിരിക്കും. जब प्रकाशित वाक्य 21 अध्याय का पहला वचन, വെളിപ്പാട് 21:1 വാക്യം, Revelation chapter 21:1, वहां पर कितना साफ ये बात को लिखा है। അത്ര സ്പഷ്ടമായിട്ട് അവിടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. फिर मैंने नए आकाश और नई पृथ्वी को देखा, क्योंकि पहला आकाश और पहली पृथ्वी जाती रही और समुद्र भी न रहा। देखा, समुद्र भी ना रहा। അവിടെ സമുദ്രവും ഇല്ലായിരുന്നു. अनोखा बात है ना। എത്ര ശ്രേഷ്ഠമുള്ള. देखिए यहाँ पर एक दिनों का कार्यों के बारे में जब प्रभु हमें मतलब बताता है, तो इसमें कितना भेद की बात है। അതുകൊണ്ട് കർത്താവ് ഓരോരോ ദിവസത്തെ കർത്താവ് സൃഷ്ടിയുടെ കാര്യങ്ങൾ ഉണ്ടാക്കിയ കാര്യം കർത്താവ് പറയുമ്പോൾ അതിൽ എത്ര മർമ്മം ഇരിപ്പുണ്ട്, രഹസ്യമായ കാര്യങ്ങൾ ഇരിപ്പുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കണം. साधारण रीति में हम ऐसा पढ़ेगा तो
इतना नहीं समझेगा। കാരണം സാധാരണ രീതിയിൽ നമ്മൾ വെറുതെ വായിച്ചു പോയാൽ നമ്മളൊന്നും മനസ്സിലാകത്തില്ല. लेकिन प्रभु की आत्मा की सहायता से हम पढ़ेंगे तो ये बात समझेंगे। എന്നാൽ കർത്താവിന്റെ ആത്മാവിന്റെ കൃപയാൽ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. आपको मालूम है जब हम इस उत्पत्ति की किताब जब पढ़ता है നമുക്കറിയാം, നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ तो उस किताब में जब प्रभु ने ये जब सृष्टि किया, നമ്മളറിയാം കർത്താവ് ഇവിടെ സൃഷ്ടിച്ചപ്പോൾ एक एक दिन का सृष्टि को देख करके प्रभु ने अच्छा अच्छा कहा। ഓരോരോ ദിവസങ്ങൾ കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇത് നല്ലതായിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. एक एक दिन का प्रभु ने सृष्टि बनाने के बाद में अच्छा है करके कहा। ഓരോരോ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓരോരോ ദിവസം അടുത്ത ദിവസം വരുമ്പോൾ കർത്താവ് ഓരോരോ ദിവസം എന്തോ പറയുന്നത് ഇത് നല്ലതായിരിക്കും, നല്ലതാണെന്ന് കർത്താവ് പറഞ്ഞു. परंतु हम देखते हैं कि उसमें दूसरा दिन की सृष्टि को प्रभु ने अच्छा नहीं बोला। എന്നാൽ രണ്ടാമത്തെ ദിവസം അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇത് നല്ലതാണെന്ന് കർത്താവ് പറയുന്നില്ല. अभी जो हमने पढ़ा था ഇപ്പൊ നമ്മൾ വായിച്ചത് उसमें उस सृष्टि दूसरा दिन का सृष्टि को देख करके प्रभु ने अच्छा नहीं बोला। ആ രണ്ടാം ദിവസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ ദിവസത്തിന് കർത്താവ് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. ऐसा क्या कारण होगा? അതെന്തിനാ അങ്ങനെ കാരണം? जरूर बाकी हर एक दिन का आप देखना प्रभु ने अच्छा कहा। കാരണം ബാക്കി എല്ലാ ദിവസത്തെ കർത്താവ് കൊണ്ട് മാറ്റി എല്ലാ ദിവസം കഴിയുമ്പോൾ നല്ലതാണെന്ന് കർത്താവ് പറഞ്ഞു. है ना, जो पहला दिन का जो 4 वचन में हम देखते हैं कि मतलब प्रभु ने वहां पर कहा अच्छा है करके प्रभु ने देखा अच्छा कहा। 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം ദിവസത്തിൽ കാര്യം കർത്താവ് വെളിച്ചത്തെ കണ്ടിട്ട് അവിടെ നല്ലതാന്ന് പറഞ്ഞു. फिर हम मतलब तीसरा दिन का बात को भी जब हम देखते हैं कि मतलब उसका 12 वचन में अच्छा करके कहा। എന്നിട്ട് 3-ാം ദിവസത്തെ വിഷയത്തിൽ കർത്താവ് വരുമ്പോൾ അവിടെയും കർത്താവ് നല്ലതാന്ന് പറയുന്നുണ്ട്. और 4वां दिन की सृष्टि को देख करके प्रभु ने उसकी 18 वचन में कहता है अच्छा है करके प्रभु ने देखा। 4-ാമത്തെ ദിവസം കർത്താവ് അവിടെയും നല്ലതാന്ന് പറയുന്നുണ്ട്. और 5वां दिन की बात उसका 21 वचन में हम देखते हैं प्रभु कहता है कि अच्छा है करके। അതിന് 5-ാം ദിവസം കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് അവിടെയും നല്ലതാന്ന് കർത്താവ് 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. और 6वां दिन की चीज को बना करके प्रभु ने सिर्फ अच्छा नहीं बोला, सबसे अच्छा मतलब बहुत अच्छा बोला। അതായത് 6-ാം ദിവസം കർത്താവ് ഉണ്ടാക്കി സൃഷ്ടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ദിവസം വരും നല്ലതല്ല ഒത്തിരി അധികം നല്ലതാന്ന് പറഞ്ഞു. उसका 31 वचन थोड़ा पढ़िएगा। അതിന്റെ 31-ാം വാക്യം मैं വായിക്കുമ്പോൾ सारा वचन को इसलिए नहीं पढ़ाया, उसमें बहुत टाइम में आपको वो रेफरेंस बताया ना, आप थोड़ा ध्यान देना। അപ്പൊ ഞാൻ എല്ലാ വാക്യങ്ങളും വായിച്ചാൽ ഞാൻ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചാൽ മതി. 31-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ तब परमेश्वर ने जो कुछ बनाया था सबको देखा तो क्या देखा कि वह बहुत ही अच्छा है। देखा यहाँ पर एक और शब्द आया बहुत ही अच्छा है। അവർ അത് മലയാളത്തിലെങ്ങനെ എത്രയും നല്ലത്, എത്രയും നല്ലത്, വെറും നല്ലതല്ല എത്രയും നല്ലത്, എത്രയും നല്ലത് അല്ലെങ്കിൽ വളരെ നല്ലത്, വളരെ നല്ലതാണ്. तो यहाँ पर का विषय क्या है? ഇവിടുത്തെ വിഷയം എന്താണ്? मतलब प्रभु हर दिन का मतलब सृष्टि करके देखता था और प्रभु गवाही देता था कि अच्छा है। കാരണം ഓരോ ദിവസങ്ങളെ കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അതാത് ദിവസം കഴിഞ്ഞിട്ട് നല്ലതാണ് കർത്താവ് പറയാറുണ്ടായിരുന്നു. तो फिर यहाँ पर प्रभु ने ये दूसरा दिन की सृष्टि के बाद अच्छा क्यों नहीं कहा? രണ്ടാം ദിവസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തിനാ കർത്താവ് നല്ലതാന്ന് പറഞ്ഞില്ല? बाकी मतलब पहला दिन का, तीसरा दिन का, 4वां दिन का, 5वां दिन का, 6वां दिन का, ये 5 दिन की सृष्टि के बारे में, क्योंकि 6 दिन में सृष्टि हुआ मतलब उसमें एक दिन का बात पर अच्छा क्यों नहीं कहा? അങ്ങനെ 1-ാം ദിവസം, 3-ാം ദിവസം, 4, 5, 6 ദിവസങ്ങൾ ഉണ്ടാക്കുമ്പോൾ കർത്താവ് നല്ലതാന്ന് പറയുമ്പോൾ 2-ാം ദിവസത്തിൽ മാത്രമേ നല്ലതാന്ന് പറയാതിരിക്കാൻ എന്തിനാ കാരണം എന്താ? उसका कारण है, അതിനൊരു കാരണമുണ്ട്. दूसरे दिन में क्या बनाया था? 2-ാം ദിവസം കർത്താവ് എന്തോ ഉണ്ടാക്കിയത്? ऊपर का आकाश, മേളത്തെ ആകാശവെള്ളവും नीचे का समुद्र, താഴത്തെ സമുദ്രവും. बराबर है। 7वां वाक्य। दूसरा दिन में क्या बनाया? अब मानो उसका 7 वचन पढ़िएगा। तब 7वां परमेश्वर वाक्य। तब परमेश्वर ने एक अंतर बनाकर उसके नीचे जल और उसके ऊपर के जल को अलग अलग किया और वैसा ही हो गया। और आगे, और परमेश्वर ने उस अंतर को आकाश कहा। ऊपर का उस जल को आकाश कहा, വെള്ളത്തെ വെള്ളത്തിനെ കർത്താവ് സ്വർഗം പറഞ്ഞു. तथा सांच हुई फिर भोर हुआ। उसका 6 वचन भी पढ़ना। फिर परमेश्वर ने कहा जल के बीच एक ऐसा अंतर हो कि जल 2 भाग हो जाए। तथा परमेश्वर ने एक अंतर बनाकर उसके नीचे जल और उसके ऊपर जल को अलग अलग किया। मतलब वहां पर हम देखते हैं कि ये जो नीचे का जल को मतलब प्रभु ने क्या किया, उसको मतलब समुद्र, അതിന് 9-ഉം 10-ഉം. उसका 9-10 वचन पढ़ना। फिर परमेश्वर ने कहा आकाश के नीचे का जल एक स्थान में इकट्ठा हो जाए और सूखी भूमि दिखाई दे और वैसा ही हो गया। बस मतलब यहाँ पर
उसको उस जल को क्या बोला? 10वां वाक्य हाँ 10वां वाक्य परमेश्वर ने सूखी भूमि को पृथ्वी कहा तथा जो जल इकट्ठा हुआ उसको उसने समुद्र कहा। बस बस मेरा मतलब आपको कहने का बात ये था, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ऊपर जब प्रभु ने आकाश विधान बनाया, മേളില് കർത്താവ് ആകാശം ഉണ്ടാക്കിയപ്പോൾ उस आकाश विधान में कौन रहने वाला था? ആ ആകാശ വിധാനത്തിൽ അവിടെ ആരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, വസിക്കുന്നത്? दुष्टात्मा सेना। ദുഷ്ടാത്മാന്റെ സേനകൾ. दुष्टात्मा सेना रहने का वो स्थान था, इसलिए प्रभु ने अच्छा नहीं कहा। കാരണം ദുഷ്ടാത്മ സേനകൾ അവിടെ വസിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് അതുകൊണ്ട് കർത്താവ് അത് നല്ലതെന്ന് പറഞ്ഞില്ല. समुद्र में कौन रहने वाला था? സമുദ്രത്തിൽ ആരാ വസിക്കുന്നത്? भूतात्मा। അവിടെയും ദുഷ്ടാത്മാക്കൾ, ഭൂതാത്മ. हाँ, वो इस दोनों का रहने के स्थान होने के कारण प्रभु ने उस दिन का बात को अच्छा नहीं कहा। അപ്പൊ ആ ദിവസങ്ങളിൽ ആ രണ്ട് അവസ്ഥ സ്ഥലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിലും വിമാനത്തിലും സമുദ്രത്തിലും ദുഷ്ടാത്മകൾ വസിക്കുന്ന ഇടം ആയതുകൊണ്ട് അതുകൊണ്ട് കർത്താവ് ആ ദിവസത്തെ നല്ല ദിവസം എന്ന് പറഞ്ഞില്ല. एक विशेष बात यहाँ पर ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയുന്നത്, आपको मालूम है इस आकाश विधान में कौन रहता है? കാരണം നമുക്കറിയാമല്ലോ ഈ ആകാശ അവസ്ഥയിൽ മണ്ഡലത്തിൽ ആരാണ് വസിക്കുന്നത്? हम लोग एफिसियों का पत्र उसका दूसरा अध्याय का दूसरा वचन पढ़ेंगे। എഫെസ്യർ ലേഖനം 2:2 നമ്മൾ വായിക്കുമ്പോൾ एफिसियों दूसरा अध्याय का दूसरा वचन, എഫെസ്യർ जिनमें तुम 2:2 पहले इस संसार के रीति पर और आकाश के अधिकार के हकीम। आकाश की अधिकार की हाकिम कौन है? അത് ആകാശത്തിന്റെ അധികാരികളായ जो हकीम अर्थात उस आत्मा के अनुसार चलते थे जो अभी आज्ञा न मानने वालों में कार्य करता है। आकाश की अधिकार की हाकिम कौन है? ഈ ആകാശത്തിൽ അധികാരികൾ എന്ന് പറഞ്ഞ ഇവിടെ എഴുതിയിരിക്കുന്നത് ആരാണ്? शैतानिक सेना, ദുഷ്ടാത്മ സേനകളാണ്. आप उसका 6 अध्याय ഇതേ കാര്യം നമ്മൾ 6-ാം അധ്യായം എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ उसका 12 वचन पढ़े। അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ क्योंकि हमारे ये मलयुद्ध लहू और मांस से नहीं परंतु प्रधानों से और अधिकारियों से और इस संसार के अंधकार के हाकिमों से और उस दुष्टता की आत्मिक सेनाओं से है उस दुष्टता की आत्मिक सेनाओं से है ആ ദുഷ്ടന്മാരുടെ ആത്മീയ സേനകൾ കൂടെയാണ് जो आकाश में है। जो आकाश में അത് ആകാശത്തിലാണ് വസിക്കുന്നത്. तो मतलब आज शैतान का हेडक्वार्टर कहाँ पर है? ഇന്ന് പിശാചിന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? आकाश है। ആകാശത്തിലാണ്. प्रेज़ द लॉर्ड। शैतान का हेडक्वार्टर आज आकाश में है। ഇന്ന് പിശാചിന്റെ ഹെഡ്ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അത് ആകാശത്തിന്റെ ഭാഗത്തിലാണ്. इसलिए अभी एक दिन आकाश में बहुत लड़ाई होने वाला है। അതുകൊണ്ടാണ് ഒരു ദിവസം വരുന്നത് ആ സമയത്ത് ഈ ആകാശത്തിൽ വലിയൊരു യുദ്ധം നടക്കാൻ പോവാണ്. वो महाक्लेश शुरू होने से, ट्रिबुलेशन पीरियड शुरू होने से पहले एक बात होगा। അത് മഹാക്ലേശം തുടങ്ങുന്നതിന് മുമ്പേ നടക്കുന്ന ഒരു സംഭവമായിരിക്കും. और उसको अभी आकाश का उसका जो मतलब साम्राज्य भी टूटने वाला है। ആ ദിവസം ആ യുദ്ധം നടക്കുമ്പോൾ ആകാശത്തിലുള്ള എല്ലാം പിശാചിന്റെ അധികാരം അതെല്ലാം പൊട്ടി അവർ താഴെ വീഴും. उसको नीचे गिरा करके वो मृत्यु में गिरेगा। എന്നിട്ട് അവര് യുദ്ധം ചെയ്ത് അവര് താഴെ ഭൂമിയിൽ അവരെ വീഴ്ത്തും. आज वो क्या करता है? आकाश में रह करके मृत्यु में लोगों को परेशान करता है। ഇന്ന് ഈ ദുഷ്ടാത്മ സൈന്യങ്ങളും പിശാചും ആ ആകാശ മണ്ഡലത്തിൽ നിന്നിട്ട് ഭൂമിയിലുള്ള ജനങ്ങളെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. परंतु जब प्रभु का मंडली जाने के बाद में जब क्लेश होगा, क्लेश के दिनों में उस लड़ाई में उनको हमेशा के लिए पृथ्वी पर गिराया जाए। എന്നാൽ സഭ ഇവിടെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ദിവസം ആകാശത്തിൽ യുദ്ധം നടക്കുമ്പോൾ മധ്യാകാശത്തിൽ അവിടെ ആ ദുഷ്ടാത്മ സേനകളെ ഭൂമിയിൽ താഴെയിടും. फिर ऊपर जाने का सवाल नहीं। പിന്നെ അവർക്ക് മേളിൽ പോകുന്ന വിഷയം വരത്തില്ല. अभी वो स्वर्ग तक भी जा सकता है। ഇന്ന് അവർ സ്വർഗം വരെ പോവാറുണ്ട്. परंतु ये सारा परमेश्वर अभी नष्ट होने वाला है। എന്നാൽ ഇതെല്ലാം അവസ്ഥ സ്ഥിതി ദൈവം അവരെ നശിപ്പിക്കാൻ പോവാണ്. अभी आकाश से भी उनको गिराएगा। അന്ന് ഇപ്പം കർത്താവ് യുദ്ധം കഴിഞ്ഞിട്ട് അവർ ആകാശത്തിൽ നിന്ന് താഴെ വീഴ്ത്തും. फिर ऊपर जाने का सवाल नहीं। പിന്നെ അവർ മേളിലോട്ട് പ്രവേശിക്കാൻ അവർക്ക് പറ്റത്തില്ല. फिर उसको मानो 1000 साल इस सेना को मतलब बॉटमलेस पिट में बंद करेगा। അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാമല്ലോ അഗാധ കുണ്ടത്തിൽ നമുക്കറിയാം അവിടെ ദുഷ്ടാത്മ സേനകളെ പിശാചിനെ എല്ലാവരും അതിനകത്ത് ഇടും. प्रकाशित वाक्य 20 अध्याय में पढ़ता है। വെളിപ്പാട് 20-ാം അധ്യായം നമ്മൾ നോക്കുന്നുണ്ടല്ലോ. इसके बाद में क्या करेगा? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? शैतान को अनंत काल का नरक में അത് കഴിഞ്ഞിട്ട് പിശാചിനെ നിത്യ തീ അഗ്നിയിൽ അവനെ ഇടും. वो नीचे 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 जाते रहे। അപ്പൊ അതിനർത്ഥം എന്താ? അവൻ താഴെ 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 പൊയ്ക്കൊണ്ടിരിക്കുവാണ്. Praise the Lord। थोड़ी समय के लिए उसको मतलब 1000 साल के प्रभु के राज्य के बाद में थोड़ी समय के लिए उधर से खोल देगा। നമുക്കറിയാലോ 1000 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിശാചിനെ ലോകത്തിനെ വശിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് അവൻ തുറന്നിടും. ये तो प्रभु के वचन को पूरा होने के लिए। അത് എന്തിനാ ചെയ്ത്? ദൈവത്തിന്റെ വചനം നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. परंतु आखिर में हम उसका 20 अध्याय का 10 वचन में हम देखते हैं। എന്നാൽ വെളിപ്പാട് 20-10 നമ്മൾ വായിക്കുമ്പോൾ അവന്റെ അന്ത്യം എന്താണ്? वो हमेशा के लिए उस नरक उसको पढ़ेंगे 10 वचन। उन भरमाने वाले शैतान आग और गंधक की सी उस झील में
जिसमें वो पशु और झूठा भविष्य वक्ता भी होगा डाल दिया जाएगा और वह रात दिन युगानुयुग पीड़ा में तड़पते रहेंगे। इसके बाद में उधर से बाहर आने का सवाल नहीं। അത് കഴിഞ്ഞിട്ട് അവൻ എന്നേക്കും അവൻ ആ പീഡ സ്ഥലത്ത് അവൻ വസിക്കും. പിന്നെ അവിടെ നിന്ന് വെളി വരാനോ പറ്റത്തില്ല. Praise the Lord. Amen. देखो अभी शैतान का सारे काम 20 अध्याय तक खत्म കാരണം പിശാചിന്റെ എല്ലാം കാര്യങ്ങളും 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എല്ലാം കഴിയുവാണ്. है। इसके बाद में वो लोगों का कार्य नहीं। അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രവർത്തികളൊന്നും നമ്മൾ കാണുന്നില്ല. Praise the Lord. Praise the Lord. और अभी समुद्र में कौन रहता? അതുപോലെ ഇത് സമുദ്രത്തിൽ ആരാ വസിക്കുന്നത്? वो भी जल्दी आपको बता करके आज का संदेश खत्म करना चाहता അതും हूँ। പെട്ടെന്ന് പറഞ്ഞ് ഇന്നത്തെ സന്ദേശം തീർക്കാൻ ആഗ്രഹിക്കുന്നത് मत्ती की सुसमाचार മത്തായി സുവിശേഷം उसका 8 अध्याय का 28 से 32 पढ़ना। അതിന്റെ 8-ാം അധ്യായത്തിന്റെ 28 തൊട്ട് 32 വരെ. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 28 to 32. जब वह उस पार गदरेनियों के देश में पहुंचा तो दो मनुष्य जिसमें दुष्ट आत्माएं थी कब्रों से निकलते हुए उसमें मिली। वह इतने प्रचंड थे कि कोई उस मार्ग से जा नहीं सकता था। उन्होंने चिल्लाकर कहा, हे परमेश्वर के पुत्र, हमारा तुझसे क्या काम? क्या तू समय से पहले हमें दुख देने को यहाँ आया है? उसने कुछ दूर बहुत से सुअरों को एक झुंड चर रहा था। दुष्ट आत्मा ने उससे कहा, यह कहकर विनती की, यदि तू हमें निकालता है तो सुअरों के झुंड में भेज दे। उसने उससे कहा, जाओ। और वे निकलकर सुअरों के बैठ गई और देखो सारा झुंड कड़ाड़ से झटपट पानी में जा पड़ा और डूब मरा। बस अभी बाकी बात इतना जरूरत नहीं। मतलब उसके साथ एक और वचन पढ़ना चाहता हूँ। ഇതിന്റെ കൂടെ ഒരു വാക്യം കൂടെ. मतलब उसका 12 अध्याय का 43 से 45. അതിന്റെ 12-ാം അധ്യായം 43 to 45. 12-ാം അധ്യായം 43 തൊട്ട് 45 വരെ. जब अशुद्ध आत्मा मनुष्य में से निकल जाती है तो सूखी जगहों में विश्राम ढूंढती फिरती है और पाती नहीं। तब कहती है, मैं अपने उसी घर में जहाँ से निकली थी लौट जाऊंगी। और लौट कर उसे सुना झाड़ा बुरा और सजाया पाती है। तब वह जाकर अपने से और बुरे 7 आत्माओं को अपने साथ ले आती है और वे उनमें बैठकर वहां वास करती है। और वह उस मनुष्य की पिछली दशा पहले से भी बुरी हो जाती है। इस युग के बुरे लोगों की दशा भी वैसे ही होगी। देखिए यहाँ पर हम देखते हैं कि ये जो भूत आत्माएं कहा रहता है वो पानी में रहता है। ഇവിടെ നമ്മൾ നോക്കുന്നത് ദുഷ്ടാത്മാക്കൾ അവർ എവിടെയാണ് വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്? വെള്ളത്തിലാണ്. मेन बात वो लोग समुद्र में रहते हैं। അതിന്റെ അർത്ഥം അവർ സമുദ്രത്തിൽ പോകാനാണ് അവർക്ക് ഇഷ്ടം. समुद्र में दुष्टात्मा रहता है അത് സമുദ്രത്തിലാണ് അവർ പാർക്കുന്ന ആ ഇടം. और आकाश विधान में शैतानिक सेना रहता है। എന്നിട്ട് ആകാശ ഭാഗത്തിലോ അവർ പിശാചിന്റെ ദുഷ്ടാത്മാ സേനകളാണ്. मानव प्रभु के स्वर्गदूतों में करीब 1/3 मानव दूध लूसीफर की बाकाने में आकर गिर गया। वो लोग कहाँ रहता है? ആകാശ വിധാൻ വരെ. നമുക്കറിയാലോ ആ സമയത്ത് ലോകത്തിന് തുടങ്ങുന്ന സമയത്ത് ലൂസിഫർ മുഖാന്തരം ദൂതന്മാരിൽ 1/3 ദൂതന്മാർ അവര് തെറ്റായ വചനം കേട്ട് കഴിഞ്ഞിട്ട് അവരും വശീകരിച്ച് കഴിഞ്ഞിട്ട് അവരെന്ത് പറ്റി? അവർ ദുഷ്ടദൂതന്മാരായി പോയി, വീണ ദൂതന്മാരായി പോയി. അവരുടെ അവസ്ഥയാണ്, അവരെയാണ് ആകാശ ഭാഗത്തിൽ അവർ വസിക്കുന്നത്. परंतु जो दुनिया का पहले जो पानी में डकने से पहले जो मतलब लोग थे उस आत्माएं था वो है भूत आत्माएं. എന്നാൽ ആദം സൃഷ്ടിക്ക് ഉണ്ടാകുന്ന മുമ്പേ തന്നെ വേറെ ജീവികൾ ഈ ഭൂമിയിൽ ആദ്യം വസിക്കുന്ന ആ ജീവികളെ ദൈവം വെള്ളത്താൽ ന്യായം വിധിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് പറ്റി? അവരുടെ ജഡം അവർ മാറിപ്പോയി. അപ്പൊ അവരെന്തായി? ദുഷ്ടാത്മാക്കളായി പോയി. उसको हम बोलता है कि भूत आत्मा അല്ലെങ്കിൽ ഭൂതാത്മാക്കൾ എന്നും പറയാറുണ്ട്. तो वो आत्माएं मतलब इस प्रकार पानी में या समुद्र में रहता है. ആ പ്രകാരമുള്ള ആദ്യ സൃഷ്ടിയിലുള്ള ജീവികളുടെ അവസ്ഥ അവർ വെള്ളത്താൽ ന്യായം വിധിക്കുന്നുണ്ട്. അവർക്ക് വെള്ളം സമുദ്രത്തിൽ വസിക്കുന്ന ദുഷ്ടാത്മ ഭൂതാത്മാക്കളാണ്. इसके बाद इसलिए जब दूसरा दिन में प्रभु ने क्या किया? मतलब प्रभु ने इस मतलब जब बनाने के टाइम पर मतलब आकाश विधान और मतलब पृथ्वी जो पानी जो समुद्र उसको प्रभु ने आशीष याद देकर के अच्छा नहीं बोला. അതുകൊണ്ടാണ് 2-ാം ദിവസം കർത്താവ് ആകാശ ഭാഗവും പിന്നെ ഭൂമിയിലുള്ള സമുദ്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ലതാണ് കർത്താവ് അവിടെ പറഞ്ഞില്ല. क्योंकि वहां पर रहने वाला दुष्टात्माएं था, भूतात्माएं था. കാരണം അവിടെ വസിക്കുന്നത് ആരാണ്? ദൂതന്മാര്, വീണ് പോയ ദൂതന്മാരും ഭൂമിയിലെ ദുഷ്ടാത്മ സേനകളുമാണ്. आकाश विधान में मतलब शैतान और उनका दूतगण रहता है. ആകാശ വിഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ പിശാചും അവന്റെ വീണ പോയ ദൂതന്മാരുണ്ട്. और पानी में या समुद्र में भूतात्माएं रहते हैं. വെള്ളത്തിലും സമുദ്രത്തിലും ദുഷ്ടാത്മാവായ അല്ലെങ്കിൽ ഭൂതാത്മകൾ വസിക്കുന്നു. Praise the Lord.
प्रभु यीशु मसीह समुद्र में चलने के टाइम पर बहुत लहर उड़ा था। നമുക്കറിയാലോ ദൈവം വെള്ളത്തിൽ നടക്കാൻ പോകുമ്പോൾ ഇത്രയും വലിയ ടൈഡ് അവിടെ വന്നു. प्रभु ने उसको डांटा। ദൈവം അവരെ ശാസിച്ചു. क्या पानी को डांटा? ദൈവം വെള്ളത്തെയാണ് ശാസിച്ചത്. नहीं, उसमें रहने वाला भूतात्मा को डांटा। അതിൽ വസിക്കുന്ന ദുഷ്ടാത്മാക്കളെ അധികാരികളെ അവരെയാണ് ശാസിച്ചത്. प्रभु बहुत आशीष दे। ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം प्रभु का कार्य कितना महान है। ദൈവത്തിന്റെ പ്രവൃത്തി എത്ര നല്ല അത്ഭുത രീതിയിലാണ്. हमारे जीवन में प्रभु आने के बाद में हमें कितना अलगवाई के जीवन बिताना चाहिए। ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര നമ്മളൊരു വേർപാട് ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരണം. एक्लेसिया उसका सही अर्थ जाना हुआ पवित्र लोग तक बहुत कम है। കാരണം എക്ലീസിയ എന്ന സഭയുടെ യഥാർത്ഥ അർത്ഥമായ എക്ലീസിയയുടെ അർത്ഥം തന്നെ അറിയുന്നത് ഇന്ന് സഭയിൽ എത്ര കുറവാണ്. हमें कितना बातों में से अलग रहना चाहिए। നമ്മൾ ഇന്ന് എത്ര കാര്യത്തിൽ നമ്മൾ മാറി വേർപാടായി നമ്മൾ നിൽക്കണം. अभी यहाँ पर प्रभु की आत्मा आया, ഇവിടെ നമ്മുടെ ആത്മാവ് വന്നു, प्रभु का वचन आया, വചനം വന്നു, ज्योति आया, അവിടെ വെളിച്ചം വന്നു. यहाँ पर 3 अलगवाई। അങ്ങനെ ചെയ്തപ്പോൾ 3 പ്രകാരമുള്ള വേർപാട് വന്നു. कितना अनोखी बात है। എത്ര ശ്രേഷ്ഠ കാര്യം. यदि हमारे जीवन में प्रभु आ गया है तो, ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ, उनका वचन अगर हमें पाया है तो, ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ, हमें ज्योति मिल गया है तो, ദൈവത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ, फिर अंधकार के साथ कोई संगति പിന്നെ नहीं, ഇരുട്ടുമായിട്ട് ഒരു കൂട്ടായ്മയില്ല, फिर ये दुनिया से कोई प्यार नहीं। പിന്നെ ഈ ലോകമായിട്ട് ഒരു സ്നേഹമില്ല. प्रियो, हमें सत्य वचन में बना പിന്നെ നമ്മൾ സത്യവചനത്തിൽ നിലനിൽക്കണം. प्रभु आपका आशीष। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु का अनुग्रह आपके साथ। ദൈവത്തിന്റെ കൃപ നിങ്ങൾ എല്ലാവരും വസിക്കട്ടെ. ആമേൻ.